Alhamdulillah, wassalatu wassalamu ala rasulillah wa ala alihi wa sahbihi ajma'in amma ba'd. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. Allahumma yassir wa la tu'assir. Rabbi zidna ilman kathira. സൂറത്ത് ഫാത്തിഹ പാരായണം ചെയ്തുകൊണ്ട് ആരംഭിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ആമീൻ. ഓക്കെ, നമ്മൾ എടുത്തു കഴിഞ്ഞ ഭാഗം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് പോകാം. മദ് ലാസിം കെലിമി മുസ്തക്കൽ, മദ് ലാസിം കെലിമി മുഖഫഫ്, ഇത് രണ്ടെണ്ണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. അത് നമുക്കറിയാം, മദ് ഫറഈൽ വരുന്നതാണ്. ഫറഈ ആയിട്ടുള്ള മദ്ദിൽ വരുന്നതാണ് മദ് ലാസിം, കെലിമി, മുസക്കലും അതേപോലെ മുഖഫഫും. രണ്ടും പിന്നെ എന്തിൽ വരുന്നതാണ്? ഫറഈൽ വരുന്നതാണ്. മദ് ഫറഈ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മദ് ഫറഈ എന്ന് പറയുന്നത് മദ്ദക്ഷരങ്ങളായ അലിഫ്, യാ, വാവ് എന്നിവയ്ക്ക് ശേഷം ഹംസ, സുക്കൂന്, ഷദ് ഇവയിൽ ഏതെങ്കിലും വരികയാണെങ്കിൽ, അതായത് അലിഫോ യാഓ വാവോ, ഒരു വാക്കെടുക്കുമ്പോൾ വാക്കിൽ അലിഫ് മദോ യാ മദോ വാ മദോ വന്നു, ശേഷം വരുന്ന അക്ഷരം ഹംസയാണെങ്കിലോ സുക്കൂനാണെങ്കിലോ അവിടെ എന്തായിട്ട് മാറും? അസാധാരണ മദ്ദായിട്ട് മാറും. അസാധാരണം എന്ന് പറഞ്ഞാൽ സാധാരണയിൽ കൂടുതൽ, അതായത് തൊബഴിയായിട്ട് രണ്ടിൽ കൂടുതൽ ദീർഘം മദ് നൽകിയിട്ട് ഉച്ചരിക്കേണ്ട മദ്ദായിട്ട് മാറും. അത് തന്നെ ഹംസ കാരണം വരുന്ന മദ് ഉണ്ട്, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഹംസ വരുന്ന മദ്ദുകൾ ഏതായിരുന്നു പറഞ്ഞോളൂ. മുൻഫസിലും മുത്തസിലും. മുൻഫസിലും മുത്തസിലും. പിന്നെ ഒന്നും കൂടി പറയണ്ടേ? സില കുബ്ര. കഴിഞ്ഞ ആഴ്ച നമ്മൾ എടുത്തത് ഹംസ കാരണം സംഭവിക്കുന്ന സില കുബ്രയും ഉണ്ട്. അങ്ങനെ 3 എണ്ണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് മദ് ലാസിമാണ്. മദ് ലാസിമിന്റെ കാരണം പിന്നെ മദ്ദക്ഷരങ്ങൾക്ക് ശേഷം സുക്കൂനോ ഷദ്ദോ വരിക എന്നാണ്. സുക്കൂനോ ഷദ്ദോ വരികയാണെങ്കിൽ അത് മദ് ലാസിമായിട്ട് മാറും. അപ്പൊ നമുക്ക് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് നോക്കുക. അലിഫ്, യാ, വാവ് ശേഷം സുക്കൂനോ ഷദ്ദോ വരികയാണെങ്കിൽ 6 ദീർഘം നൽകിയിട്ട് പാരായണം, അതായത് മദ് നിർബന്ധമായിട്ടുള്ള മദ് ലാസിം എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടുള്ള അത് 6 ദീർഘം നൽകിയിട്ട് 6 ഹർക്കത്തിന്റെ ടൈമിംഗ് കൊടുത്തിട്ട് ഉച്ചരിക്കണം. ഒന്നും കൂടി നമുക്ക് വിശദമായിട്ട് ഇങ്ങനെ നോക്കാണ്. മദ് ലാസിം കെലിമിയിലുണ്ട്, ഒരു വാക്കിൽ മദ് ലാസിം സംഭവിക്കുന്നുണ്ട്, ഹർഫിലും സംഭവിക്കുന്നുണ്ട്. വാക്കിലും സംഭവിക്കുന്നുണ്ട്, ഹർഫിലും സംഭവിക്കുന്നു. വാക്കിൽ സംഭവിക്കുന്ന ഉദാഹരണമാണ് ദാബത്തിൻ എന്ന് വരുന്നത്. ഹർഫാണെങ്കിൽ അലിഫ് ലാം മീം പോലെ. ഓക്കെ, അപ്പോ ഇനി ഒന്നും കൂടി നമ്മൾ വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ കെലിമി എന്തുണ്ട്? മദ് ഫി കെലിമിയാണ് അത്. അതേപോലെ ഹർഫി മദ് ഫി ഹുറൂഫുൽ മുഖത്ത അതിൽ വരുന്ന മദ്. അപ്പൊ അതിൽ 2 എണ്ണത്തിലും എന്തുണ്ട്? മുസ്തക്കലും മുഖഫഫും ഉണ്ട്. മുഖഫഫും ഉണ്ട്. ഈ കാര്യം നമുക്ക് ഇപ്പൊ നമ്മളിത് പറഞ്ഞപ്പോ ഏകദേശം കെലിമി പഠിച്ചപ്പോ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലായിട്ട് എന്താണ് മുസ്തക്കൽ, എന്താണ് മുഖഫഫ്. അതായത് മദ് ലാസിം സംഭവിക്കുന്ന അലിഫ് മദ്ദോ, യാ മദ്ദോ, വാവ് മദ്ദോ, അതിനുശേഷം വരുന്ന ഹർഫിന്
ഷദ്ദാണെങ്കിൽ അത് മുസക്കലായിരിക്കും, സുക്കൂനാണെങ്കിൽ മുഖഫഫ് ആയിരിക്കും, അത് മദ് ലാസിമായിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ അത് ഹർഫിലും സെയിം സംഭവം തന്നെ ഉണ്ട്, മുസ്തക്കലുണ്ട്, മുഖഫഫും ഉണ്ട്. ഓക്കെ, ഇനിയിപ്പോ നമ്മള് മദ് ലാസിം, കെലിമി, മുസ്തക്കല് ഷദ് കാരണം വരുന്നത് അത് അതിന്റെ ഉദാഹരണങ്ങളാണ് റാദ്ദൂഹു, അസ്വാഹ എന്നുള്ളതും അതേപോലെ ദാബത്തിൻ എന്നുള്ളതും. പിന്നെ നമ്മൾ സുക്കൂന്, മദ് ലാസിം സുക്കൂന് പഠിച്ചു. ഖുറാനിൽ 2 സ്ഥലത്തേ വരുന്നുള്ളൂ, ഒരു വാക്കേ ഉള്ളൂ. അത് ഒരു വാക്ക് ആൽ ആന എന്നുള്ള ആൽ ആന എന്നുള്ള ഒരൊറ്റ വാക്കേ ഉള്ളൂ. അത് സൂറത്തിൽ 2 സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. അതുണ്ട്. അപ്പൊ അത് നമ്മൾ കഴിഞ്ഞ ഭാഗമാണ് ജസ്റ്റ് ഒന്ന് നോക്കിയത്. ഇനി നമ്മളിന്ന് പുതിയ പിന്നെ ഭാഗത്തേക്ക് പോവാണ്. അത് ലാസിം ഹർഫിയാണ്. ഹർഫിൽ സംഭവിക്കുന്ന മദ് ലാസിം എങ്ങനെ പാരായണം ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഹർഫിലും മുസക്കലും മുഖഫഫും ഉണ്ട്. അത് ഫി ഹുറൂഫ് അൽ മുഖത്തഅ, അതായത് മുഖത്തഅ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറിട്ട് നിൽക്കുന്ന അക്ഷരങ്ങൾ എന്നാണ്. മിസ്റ്റീരിയസ് എന്നൊക്കെ അറബിയിൽ അല്ല ഇംഗ്ലീഷിൽ പറയാറുണ്ട്. ശരിക്കും അതിന്റെ മാന എന്താന്ന് അറിയില്ല. അത് അതിനുള്ളിൽ ഒളിപ്പിച്ച് വെച്ചാൽ ശരിക്കും അള്ളാഹുവിന് തന്നെ അറിയുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് മിസ്റ്റീരിയസ് വേർഡ് എന്നൊക്കെ പറയുന്നത്. മിസ്റ്റീരിയസ് വേർഡ്സ് എന്ന് പറയും. കേവലാക്ഷരങ്ങളല്ലേ അല്ലേ? കേവലാക്ഷരങ്ങളല്ലേ? കേവലാക്ഷരങ്ങൾ അതന്നെ. അതിന്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ വേറിട്ട് നിൽക്കുന്ന, താഴത്ത് തന്നെ ഡിസ്ജോയിന്റ് ലെറ്റേഴ്സ്, ഡിസ്കണക്റ്റഡ് ലെറ്റേഴ്സ് കേവലാക്ഷരങ്ങൾ തന്നെയാണ്. അപ്പോ അതിന്റെ ഖത്താ എന്ന് പറഞ്ഞാൽ മുറിക്കുക എന്നുള്ളതാണ്. ആ ഓരോന്ന് അലിഫ് ലാം റാ ഇങ്ങനെ മുറിച്ചു വെച്ച പോലെയൊക്കെയുള്ള ഇതാണ്. പിന്നെ അത് വേറിട്ട് നിൽക്കുന്നതാണൊക്കെ അതിന് ഒരുപാട് പിന്നെ നമ്മൾ അതിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഇതുണ്ട്. ഒന്ന് അതിന്റെ മാന എന്താന്ന് അറിയില്ല, എന്താന്ന് അത് അള്ളാഹു ആലം, അത്ര തന്നെ. അതന്നെ അപ്പൊ തന്നെ അതെന്തായി വേറിട്ട് നിൽക്കുകയാണ്. അത് മെറ്റൽ നിന്ന് മുറിച്ച് മാറ്റപ്പെട്ടതുപോലെയാണ്. അതിന്റെ മാന അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. പക്ഷെ ഇപ്പൊ തഫ്സീർ പണ്ഡിതന്മാരൊക്കെ അതിനെ കുറിച്ച് പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിലേക്ക് നമുക്കൊന്നും പോണ്ട. ഇപ്പം ഹറൂഫുൽ മുഖത്ത. ഓക്കെ, ഇത് പിന്നെ 29 അധ്യായങ്ങളുടെ ആരംഭത്തിൽ വരുന്ന കുറച്ച് വാക്കുകളാണ്. അത് 1 മുതൽ 5 വരെ വാക്കുകൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഒരു അക്ഷരം കൊണ്ടുണ്ട്, 2 അക്ഷരം കൊണ്ടുണ്ട്, 3 കൊണ്ടുണ്ട്, 4 കൊണ്ടുണ്ട്, 5 കൊണ്ടുണ്ട്. ഇങ്ങനെ 1 മുതൽ 5 വരെയുള്ള ചില അക്ഷരങ്ങളുടെ ഒരു ഇതാണ്, ഫ്യൂ ലെറ്റേഴ്സ് ആണ്, വിത്ത് ഫ്യൂ ലെറ്റേഴ്സ്. അതിനാണ് ഹുറൂഫുൽ മുഖത്തഅ എന്ന് പറയുന്നത്. കേവലാക്ഷരങ്ങൾ വേറിട്ട് നിൽക്കുന്നത്, അങ്ങനെ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ അത് നമുക്കറിയാം അത് എന്താണ് എന്നുള്ളത്. ഇപ്പൊ ഇതാണ് നമ്മളെ 28 അക്ഷരങ്ങൾ. ഈ 28 അക്ഷരങ്ങളിൽ 14 അക്ഷരങ്ങൾ കൊണ്ടാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്? ഈ ഹുറൂഫുൽ മുഖത്തഅ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതാണ് ആ ഹർഫുകൾ: അലിഫ്, ഹ, റാ, സീൻ, സ്വാദ്, ത്വാ, ഐൻ, ഖാഫ്, കാഫ്, ലാം, മീം, നൂൻ, ഹാ, യാ. 14 ഹർഫുകൾ. ഒന്നും കൂടി നമുക്ക് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ അലിഫ് ലാം മീം റാ, പിന്നെ സ്വാദ്, നൂൻ, ഖാഫ്, ത്വാഹ, ത്വാ, ഹ, ഐന്, കാഫ്, ഹ, യാ, സീൻ, യാസീൻ. അപ്പൊ ഇങ്ങനെ ഈ ഹർഫുകൾ കൊണ്ടാണ് വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു പിന്നെ എന്താണ് കേവലാക്ഷരങ്ങളിൽ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്, ഈ ഒരു വാക്ക് ഹുറൂഫുൽ മുഖത്തഅ. ഓക്കെ, നമുക്ക് അതിന്റെ ഓരോന്ന് നോക്കാം. അലിഫ് ലാം മീം, അത് പാരായണം ചെയ്യുന്ന സമയത്ത് അലിഫിനെങ്ങനെ, ലാമിനെങ്ങനെ, മീം എങ്ങനെ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കണം. ഓക്കെ, നമ്മൾ ആദ്യം ജസ്റ്റ് ഞാനൊന്ന് പാരായണം ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ ഓരോന്ന് നിങ്ങൾ തന്നെ പാരായണം ചെയ്യണം. ഞാൻ ആയത്ത് തരാം, അത് ഞാൻ ജസ്റ്റ് ഒന്ന് പാരായണം ചെയ്യാം, നിങ്ങൾ ശ്രദ്ധിക്കാം. താഴത്ത് കാണുന്നത് എന്താണ്? ഹർഫുകൾ, ഉണ്ടാക്കിയ ഹർഫുകളാണ്, 14 ഹർഫുകളാണ് കാണുന്നത് കേട്ടോ. അപ്പോ അലിഫ് ലാം മീം. അലിഫ് ലാം മീം. അലിഫ് എന്ന് തന്നെ. ലാമ് 6 ഹർക്കാത്ത്, ലാമ് മീം. അപ്പൊ ലാമ്
എന്നുള്ളിടത്തൊരു മീം സുക്കൂന് പിന്നെ മീമും വരുന്നതുകൊണ്ട് അവിടെ ഒരു ഓന്നിയും കൂടി വരുന്നുണ്ട്. അപ്പൊ പാരായണം ചെയ്യുന്ന സമയത്ത് അലിഫ് ലാം മീം. ഓക്കെ, അടുത്തൊന്ന് നോക്കാം നമുക്ക്. ഇത് ഹ ഒന്ന് മീമാണ്. അപ്പൊ അതെങ്ങനെ പാരായണം ചെയ്യല് നോക്കാം. ഹമീം. ഓക്കെ, അതിന്റെ നിയമങ്ങളിലേക്ക് നമുക്ക് പിന്നീട് പോവാട്ടോ. ഖാഫ്, ഖാഫാണ്. ഖാഫ്. ഓക്കെ, അടുത്തത് നോക്കൂ. ഒക്കെ പറഞ്ഞുതരാം. ഒക്കെ നമുക്ക് അവിടെ എത്തുമ്പോ ഒക്കെ നമുക്ക് ക്ലിയർ ചെയ്യും. അത് ഓരോന്നോരോന്ന് നമുക്ക് പോയി നോക്കാം കേട്ടോ. ഓക്കെ, ഇത് പാരായണം ചെയ്യുമ്പോൾ ഇത് 5 ഏറ്റവും കൂടുതലുള്ള ഇതാണ്. പിന്നെ കാഫ് ഹായ ഐൻ സ്വാദ് എന്നുള്ളത്. കാഫ് സിത്ത ഹർക്കാത്ത്, ഹ ഉയാവ് 2, മറ്റൊക്കെ 6. അതിന്റെ ഇടയിൽ ഉണ്ണിയൊക്കെ വരാനുണ്ട്. ഒന്ന് ഞാൻ പാരായണം ചെയ്ത് നോക്കാം. ഒന്ന് നല്ലോണം ബ്രീത്ത് എടുത്താലേ അത് മുഴുവനാവുള്ളൂ. കാരണം 6 6 12 6 18 20 22 ഉണ്ണിയൊക്കെ പാടാകുമ്പോൾ ഒരുപാടാവും. അപ്പൊ ഒന്ന് നമുക്ക് പാരായണം ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം പാരായണം ചെയ്യാം. كاف ها يا عين صاد. ഓക്കെ, നിങ്ങൾക്ക് അവസരം തരുന്നുണ്ട്. ഓരോരുത്തർ പാരായണം ചെയ്യാം. നൂൻ. അടുത്തത് സ്വാദ്. ശ്രദ്ധിക്കണം. യാസീൻ. ഓക്കെ, ത്വാഹ. അടുത്തതിലേക്ക് നോക്കാം. ഇതാണ് മൊത്തത്തിൽ വരുന്നത്. ഹാമീം ഖാഫ് ഐൻ. എല്ലാം ഞാൻ പറഞ്ഞിട്ടില്ല. തോസീം മീം ഉണ്ട്, തോസീൻ ഉണ്ട്, അലിഫ്ലാം റ, അലിഫ്ലാം റോം, അലിഫ്ലാം മീം റോ ഉണ്ട്, അലിഫ്ലാം മീം സ്വാദ് ഉണ്ട്, ഐൻ സീൻ ഖാഫ് ഉണ്ട്. ഇത്രയാണുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാ. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട, ഇതിന്റെ അവസാനം വന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കോ. എവിടെ അവസാനത്തിൽ കണ്ടില്ലേ, ലാമ് സീന് മീമ് ഈക്വൽ ടു ലാസിം ഹർഫി മുസ്തക്കൽ. ലാമ് സീന് മീമ് അല്ലേ, ലാമ് സീന് മീമ് അത് ലാസിം ഹർഫി മുസ്തക്കലാണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. നമുക്ക് അത് വിശദമായിട്ട് അത് പഠിക്കുന്ന സമയത്ത് അതിലേക്ക് പോവാം. ഇനി അതിന്റെ പിന്നെ എന്താണ് മദ്ദുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അലിഫ് ല യുമദ്ദാണ്, മദ് ഇല്ല, അത് അലിഫ്. മദ് തൊബഴി, അതായത് 2 ദീർഘം കൊടുക്കേണ്ട ഹർഫുകൾ. ഈ 14 ഹർഫുകളിൽ ഒന്ന് മദ്ദില്ല, അലിഫ് എന്ന് മാത്രം. പിന്നെ മദ് തൊബഴി കൊടുക്കേണ്ട ഹർഫ് ഉണ്ട്, അതാണ് ഹയ്യ് തൊഹർ. ഇത് 2 ദീർഘേ പാടുള്ളൂ. ഈ ഹയ്യ് തൊഹർ പറയുന്ന 5 ഹർഫുകൾ ഇത് എത്ര പാടുള്ളൂ? 2 ദീർഘേ കൊടുക്കാൻ പാടുള്ളേ. പിന്നെ വരുന്നത് ലാസിം. ലാസിം വരുന്ന ബാക്കി 1 2 3 4 5 6 7 7 പ്ലസ് ഇതും കൂടി ഉണ്ട് കേട്ടോ. അയിനും കൂടി ഉണ്ട്. ഇതൊക്കെ സിത്ത ഹർക്കാത്താണ്. ഹൈനിന് വേറൊരു പ്രശ്നം ഉണ്ടായത് കൊണ്ടാണ് അത് മദ്ദുലീൻ, നമ്മൾ പഠിക്കാത്ത ഒരു മദ്ദാണ്. അതുകൊണ്ടാണ് അതെന്താന്ന് നമുക്ക് മദ്ദുലീൻ പഠിക്കുമ്പോൾ കൃത്യമായിട്ട് പഠിക്കാം. പക്ഷെ ഇതും മദ് ലാസിമിൽ വരുന്ന സമയത്തിൽ സിത്ത ഹർക്കാത്ത് തന്നെയാണ് എന്ന് നമ്മൾ ഓർത്തു വെക്കാം. ഓക്കെ, ഇതാണ് അതിന്റെ ഒരു ചെറിയൊരു ഇത്. മദ് തൊബഈ ആയിട്ട് അലിഫ് പിന്നെ അങ്ങനെ തന്നെ വിട്ടാള. മദ് തൊബഈ 5 ഹർഫുകൾ ശ്രദ്ധിക്കുക. 5 ഹർഫുകൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഹർഫുകൾ ഹയ്യ് തൊഹർ, ഹയ്യ് തൊഹർ എന്ന് മനസ്സിലാക്കുക. ഹയ്യും തൊഹർ എന്ന് പറയില്ല, ഹയ്യും തൊഹർ, ശുദ്ധമായ ഹയ്യ് തൊഹർ. ഓക്കെ, അപ്പൊ അത് ഹയ്യ് തൊഹർ. ഈ 5 ഹർഫുകൾ തൊബഈ ആണ്. ബാക്കിയുള്ള അക്ഷരങ്ങൾ കംപ്ലീറ്റ് എന്താണ്? മദ് ലാസിമാണ്. ഇനി നമ്മൾ ഓരോ പിന്നെ ഇത് എടുക്കാണ്. അതിന്റെ 2-3 ആയത്തും നിങ്ങളൊന്ന് പാരായണം ചെയ്യണം. നിങ്ങളെ പാരായണം എങ്ങനെയാന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ആ ഒരു ഓർഡറിൽ തന്നെ വിളിക്കുക ചെയ്യുന്നത്. പിന്നെ മേറുനിസത്താത്ത ഫസ്റ്റ് തന്നെ ഈ ആയത്തൊന്ന് പാരായണം ചെയ്തോളൂ. ബിസ്മി മതി, ആൾ വേണ്ട, സമയം
ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അലിഫ് ലാം മീം. ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. ഓക്കെ, അവിടെ അലിഫ് ലാമീം എന്ന് പാരായണം ചെയ്യുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അലിഫ് ലാമ് ലാമ് പിന്നെ മീമാണല്ലോ വരുന്നത്. അപ്പൊ അവിടെ ഒരു ചെറിയ നമുക്ക് അവിടേക്ക് എത്തിയിട്ടില്ല, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പൊ അവിടെ നൂറുനിസത്താത്ത പാരായണം ചെയ്ത സമയം നിങ്ങൾ താഴത്തെ നോക്കിക്കോളൂ. അലിഫ് നമ്മൾ ഈ ഹുറൂഫുൽ മുഖത്ത, അതായത് ഈ അലിഫ് ലാമ് പോലുള്ള ഇത് നമ്മൾ പാരായണം ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓരോന്നിനും ഇങ്ങനെ മുറിച്ചിങ്ങേറ്റ് എന്ത് ചെയ്യാണ്, മുറിച്ചിങ്ങേറ്റ് നോക്കിയാൽ മതി. അപ്പൊ നമുക്കത് കൃത്യമായിട്ട് കിട്ടും. അതെങ്ങനെയാണ്, മുസക്കലാണോ മുഖഫഫക്കാണോ എങ്ങനെയാന്നുള്ളത്. ഇതിപ്പോ നിങ്ങൾ നോക്കൂ, അലിഫ് ലാ യുമദ്, അത് അവിടെ കട്ടെ, മൂന്ന് വാക്കുകളുണ്ട് അലിഫ് എന്ന്. പിന്നെ ലാമ് അല്ലെ, ലാമ് എന്നുള്ളത് മീമിന് സുക്കൂനാണല്ലോ, പിന്നെ മീമ് കസറയും വരുന്നുണ്ട്. അപ്പൊ ലാമ് മീമ്, സുക്കൂനുള്ള മീമിന് ശേഷം അടുത്തൊരു മീമ് വരുമ്പോ അവിടെ ഇദ്ഗാം സംഭവിക്കുന്നുണ്ട് അല്ലെ, നമ്മൾ പഠിച്ചിട്ടാണ്. അപ്പൊ ഇദ്ഗാം സംഭവിക്കുന്നതുകൊണ്ട് അവിടെ നോക്കൂ, നിങ്ങൾ താഴത്ത് നോക്കൂ, ഇവിടെ അലിഫ് ലാമ് മീമെ. ഇനി നിങ്ങൾ നോക്കൂ, ആ ലാമ് മീമിനെ എന്ത് സംഭവിക്കും, അലിഫ് ലാമ് മീമ്. അപ്പൊ അവിടെ ആ ലാം സുക്കൂനുള്ള മീമിനെ അടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഇദ്ഗാം ചെയ്യുമ്പോ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, ലാം എന്താണ്, ലാമ് പിന്നെ മദ് ലാസിം സംഭവിക്കാൻ കാരണം ഷദ്ദായി മാറുന്നുണ്ട്. ലാമ് എന്നുള്ള ലാമ് മദ് ലാസിമായി വരാൻ കാരണം അടുത്ത മീമിന്റെ ഷദ്ദാണ്. കാരണം എന്താണ്, ഈ മീം അടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്തു പോയി, അപ്പൊ അവിടെ ഷദ്ദ് വന്നു. അപ്പോ നമ്മൾ തഹജ്ജി പറയുമ്പോൾ അവിടെ എന്ത് മുസ്തക്കലാണോ മുഖഫഫാണോ നോക്കൂ. മീമ് എന്നുള്ളത് മീമിന് സുക്കൂൻ എന്നാണ്, അപ്പൊ അവിടെ മുസ്തക്കലാണോ മുഖഫഫാണോ. പാരായണം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് അലിഫ് ല, പിന്നെ മണിച്ചു, ലാം മണിച്ചു, മീം, അലിഫ് ലാം മീം. മനസ്സിലാവുന്നുണ്ടോ പാരായണം ചെയ്യേണ്ടത് എങ്ങനെയാന്ന്? നോക്കൂ, നിങ്ങൾ ഇവിടെ നല്ലോണം നോക്കൂ, അലിഫ് ലാം മീം. അത് ഈ അലിഫ് ലാമി എന്നുള്ളത് നമ്മൾ ചുരുക്കി അല്ല പിരിച്ച് എഴുതി നോക്കുമ്പോഴാണ് നമുക്ക് അതെങ്ങനെയാണ് വരുന്നത് എന്ന് മനസ്സിലാകുന്നത്. ലാ എന്നുള്ള ലാം അലിഫ് മദ്, ശേഷം മീമിന് ഷദ്ദ് വന്നു, അപ്പൊ ലാം എന്തായി, മദ് ലാസിമായി. മീം പിന്നെ മീം കസ്ര, യാ മദ്, പിന്നെ മീമിന് സുക്കൂനു, അവിടെ മദ് ലാസിമായി അല്ലെ. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറയണേ. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ലാമ് മദ് ലാസിം ഹർഫി, ലാമ് ട്ടോ, അലിഫ് ലാമിലെ ലാമ്, അലിഫ് ലാ യുമദ്, പിന്നെ ലാം മദ് ലാസിം ഹർഫി മുസക്കൽ. ലാമ് മദ് ലാസിം ആവാൻ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് മീമിന്റെ ഷദ്ദാണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായില്ലേ, നിങ്ങൾ പിച്ച് ചെയ്തപ്പോ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ലാം എന്താണ്, ലാം മദ് ലാസിം ഹർഫി മുസക്കലായി, സിത്ത ഹർക്കാത്ത്. പിന്നെ ഇവിടെ നമ്മൾ മറ്റേല് യോജിക്കാനും കാരണക്കാരും മറ്റൊന്നും പറയാനില്ല. ഈ ഹർഫില് വലിയ എളുപ്പം എന്താന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് അത് മാത്രം പറഞ്ഞാൽ മതി. കാരണക്കാരനൊന്നും പറയണ്ട, അത് കാരണക്കാരൻ അതിൽ അണ്ടർസ്റ്റുഡ് ആയിട്ട് വരുന്നതുകൊണ്ട്. ലാം മദ് ലാസിം ഹർഫി മുസക്കൽ സിത്ത ഹർക്കാത്ത്. അതേപോലെ അടുത്തത് നോക്കൂ നിങ്ങൾ, മീമാണെങ്കിൽ മീം മദ് ലാസിം ഹർഫി മുഖഫഫ് സിത്ത ഹർക്കാത്ത്. അപ്പൊ എന്തുകൊണ്ടാണ് മുസക്കൽ സംഭവിച്ചത് മുഖഫഫ് സംഭവിച്ചതെന്ന് മനസ്സിലായിട്ടുണ്ടോ? കൺഫ്യൂഷൻ ഉണ്ടോ? അല്ല, ഇവിടെ ഉസ്താദ് പറഞ്ഞു ലാമിന് ശേഷം മീമിന് അവിടെ ഷദ്ദ് വന്നത് കൊണ്ടാണ് മദ് ലാസിം വരുന്നത് അല്ലേ? അതെ. പക്ഷെ ഷദ്ദ് വരുന്നില്ലല്ലോ, ലാം എന്ന് പറയുമ്പോ മീമ് സാക്കിനല്ലേ? ലാമ് മീമ് സാക്കിനല്ലേ? അപ്പൊ മീമ് സാക്കിനക്ക് ശേഷം അടുത്ത മീമ് വന്നാൽ സ്വാഭാവികമായിട്ട് അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? അല്ല, അത് അടുത്ത മീമിലേക്ക് പോകുമ്പോഴാണ്. ലാമിന് ശേഷം ചെയ്യൂലേ, അവിടെ ഇദ്ഗാം സംഭവിക്കുന്നുണ്ട്.
അതെ, അതിപ്പോ നമ്മൾ മറ്റതും കൂടി കൂട്ടി നോക്കുമ്പോഴാണ്. അതന്നെ. അതായത് നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ ഇപ്പൊ അലിഫ് ലാം മീം ഇവിടെ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ അലിഫ് ലാം മീം നമ്മൾ പിരിച്ചെഴുതുന്ന സമയത്താണ് എന്തുകൊണ്ട് ലാമ് മദ് ലാസിമായി. മീം പിന്നെ ഓക്കെ മീം എന്നുള്ളത് കൊണ്ടാണ്. നമ്മളിപ്പോ അലിഫും ലാമും മീമും മാത്രമേ എഴുതിയിട്ടുള്ളൂ. ആ ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഇത് പിന്നെ ലാസിമാണോ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതിനെ നമ്മൾ പിരിച്ചെഴുതുന്ന സമയത്താണ് നമുക്ക് മനസ്സിൽ ലാമ് മീമിന് സുക്കൂന് വന്നു, അടുത്ത മീമും വന്നു. അപ്പൊ ആ മീമിനെ ചെയ്തു, അതുകൊണ്ട് അവിടെ മദ് ലാസിം സംഭവിച്ചു. അടുത്തത് മീം എന്നുള്ളത് പിരിച്ചെഴുതുമ്പോ മീം കസ്ര യാമദ് മീമാണ്. അപ്പൊ മീമിന് സുക്കൂന്. അങ്ങനെയാണ് ഇതിന്റെ എന്ത് പറയുന്നത് മദ് ലാസിം സംഭവിച്ച കാര്യങ്ങൾ. അതിനെ ഈ ഒരു രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കി. ഇത് ശരിക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കേൾപ്പിച്ചു കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് കേൾപ്പിച്ചു കൊടുത്തിട്ടാണ്. അപ്പൊ അതിന്റെ റൂട്ട് എങ്ങനെയാണ് എന്നുള്ളതാണ് നമുക്ക് എന്തുകൊണ്ട് അത് ലാസിം സംഭവിച്ചു. ഇപ്പൊ നോർമൽ കേസ് അലിഫ് ലാം മീം, ഇപ്പൊ ഇതിലെവിടെ സ്പൂൺ എവിടെ ചെന്ത എവിടെ നമുക്കൊന്നും കാണൂല. അതെങ്ങനെയാന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹർഫുകളെ തിരിച്ചെഴുതുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇനി കാരണം കൊണ്ടാണ് പിന്നെ എന്തായത് മദ് ലാസിമായത്. അപ്പൊ ഇവിടെ ലാസിം മുസക്കലും മുഖഫഫും മനസ്സിലാക്കിയാൽ പിന്നെ പ്രശ്നമില്ല. ഓക്കെ, അടുത്തത് നിങ്ങളെ ഓതേണ്ടത് സാഹിബ്. ഓക്കെ, ശ്രദ്ധിക്കേണ്ടത് ഒന്ന് പറഞ്ഞു മീമിനൊന്ന് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞാൽ, അതായത് മദ് തൊബഴി തൊബിയാണ്, മീമും മദ് ലാസിമാണ്. ഓക്കെ, മീമിൽ ഓക്കെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാമീം. ഓക്കെ, എന്നെ ഒന്ന് കുറച്ചുകൂടി കുറച്ചാൽ നല്ലതാണ്. കൂടിയില്ലേ? ലേശം ഒന്നും വല്ലാണ്ട് നീണ്ടുപോയി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാമീം. ഓക്കെ, വെരി ഗുഡ്. വൽ കിതാബിൽ മുബീൻ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ മുൻദിരീൻ. ഓക്കെ, ശുക്രൻ, ജസാക്കല്ലാഹ്. ഇനി അതിന്റെ തഹജി നമുക്കൊന്ന് താഴെ നോക്കാം. നോക്കൂ നിങ്ങൾ, ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഹ എന്നുള്ളത് പിന്നെ ഹ എന്നില്ല. പ്രവാചകൻ അങ്ങനെയാണ് പറഞ്ഞു തന്നത്. ഈ 5 ഹർഫുകൾ ഹ, പിന്നെ അതേപോലെ ഹയ്യ, ഹയ്യ്, പിന്നെ ഹ, റ, അങ്ങനെ തന്നെ പറഞ്ഞു തന്നു. അപ്പൊ ആ ഒരു രീതി തന്നെ. അപ്പൊ ഇവിടെ ഹ എന്ന് മാത്രമേ ഉള്ളൂ. ഹ എന്നുള്ളത് അലിഫ് മദ്ദിൽ അവസാനിച്ചു, പിന്നെ വരുന്നത് മീമാണ്. അപ്പൊ അത് സിമ്പിൾ ആണ്. ഹ എന്നുള്ളത് മദ്, ഹ മദ് തൊബി ഹർഫി ഹർക്കത്താൻ. നമ്മൾ സാധാരണ മെറ്റയിൽ പറയുന്നത് മദ് തൊബി ഹർക്കത്താൻ എന്നല്ലേ. ഹ മദ് തൊബി ഹർക്കത്താൻ. ഇവിടെ മദ് തൊബി ഹർഫി ഹർക്കത്താൻ. മദ് തൊബിയാണ്, ഹർഫിലുള്ള മദ് തൊബിയാണ് എന്നും കൂടി സൂചിപ്പിക്കും. സാധാരണഗതിയിൽ നമ്മൾ മദ് തൊബി ഹർക്കത്താൻ എന്നാണ് പറയല്. ഇവിടെ എന്തുകൂടി കൂട്ടണം, ഹർഫിലുള്ളത്, അതായത് വരുന്ന ഹർഫില് പെട്ട ആണ് എന്ന് കൂടി പറഞ്ഞു. അപ്പൊ മദ് തൊബി ഹർഫി ഹർക്കത്താണ്. പിന്നെ മീമിൻ്റെത് എങ്ങനെ വരിക? മീം മദ് ലാസിം ഹർഫി മുഖഫഫ്. മുത്തക്കലല്ല, കാരണം എന്താണ്, ഷദ്ദൊന്നുമില്ല, മീം സുക്കൂനാണ് വരുന്നത്. അതുകൊണ്ട് മുഖഫഫാണ്. മദ് മീം മദ് ലാസിം ഹർഫി മുഖഫഫ് സിത്ത ഹർക്കാത്ത്. ഇത്ര മാത്രമേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്തതിലേക്ക് പോകുന്നുണ്ട്. അടുത്തത് അഹാനത്താണ്. അഹാനത്ത സിത്ത ഹർക്കാത്താണ് കേട്ടോ. ഓക്കെ.
ഖാഫ്, കാന്നല്ല, ഖാഫ്, قاف اوكي ഖാഫ്. قاف والقرآن المجيد بل أجبوا أن جاءهم منذر منهم فقال الكافرون ഫഖാല അൽ കാഫിറൂന അല്ലല്ലോ, ഫഖാല അത് കളഞ്ഞല്ലോ. ഫഖാലൽ കാഫിറൂന ഹാദാ ശൈഉൻ അജീബ്. فقال الكافرون هذا شيء عجيب عجيب മജീദ് കൽക്കല വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ, ഒന്നും കൂടി നിങ്ങൾ ശ്രമിച്ചാൽ കിട്ടും. നിങ്ങൾ ഒരു പ്രാവശ്യം ഓതി തരുമ്പോൾ കൃത്യമായിട്ട് ഞങ്ങൾ ഓതുന്നത് ഇൻഷാ അല്ലാ. ഇനി നമുക്ക് അതിന്റെ തെഹജി ഒന്ന് നോക്കാം. ഖാഫ് തന്നെയാണ്, ഖാഫ്, ഖാ അല്ല ഖാഫ് എന്നാണ് വരിക. ഓക്കെ, അതിന്റെ ഖാഫിൻ്റെത് ഖാഫ് മദ് ലാസിം ഹർഫി മുഖഫഫ് സിത്ത കാരണം ഒന്നേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല. ഖാഫ് പേര് പറയുന്നു, പിന്നെ മദ് ലാസിം ഹർഫി, പിന്നെ പറഞ്ഞ മുസ്തക്കലാണോ മുഖഫഫാണോ? ഫാന് സുക്കൂനാണ്, അപ്പൊ അതെന്താണ്? മുഖഫഫാണ്, സിത്ത ഹർക്കാത്താണ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ശുക്രൻ, ജസാക്കല്ലാഹ്. അടുത്തത് പിന്നെ ആരാത് ഓതുക? അത് കുറച്ചാളെ കൊണ്ട് ഞാൻ ഓദിപ്പിക്കും. ഫസ്റ്റത്തെ ആയത്ത് മാത്രം. ആദ്യം അഷ്റഫ് കാക്ക. അഷ്റഫ് കാക്ക നല്ല ബ്രീത്തിങ് കപ്പാസിറ്റി ഉണ്ട്, അതുകൊണ്ട് ഓതും. ഈണൊക്കെ ഒന്ന് കൊണ്ടുവന്നാൽ മതി. അഷ്റഫ് കാക്ക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാഫ് ഹാ യാ ഗൈൻ സ്വാദ്. ഓക്കെ. ദിക്റു റഹ്മതി റബ്ബിക അബ്ദഹു സക്കരിയ്യ. ഓക്കെ. ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ്യ. ഓക്കെ ഓക്കെ, അഷ്റഫ് ഖാൻ ശ്രദ്ധിക്കണം. ഞാൻ ഇനി ഒന്ന് രണ്ടാളെ കൊണ്ട് ഓദിപ്പിക്കും, അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എവിടേക്കാണ് ശരിയാക്കേണ്ടതെന്നുള്ളത്. ഓക്കെ. സുഹൈൽ ഖാൻ വന്നിട്ടുണ്ടല്ലേ? സുഹൈൽ ഖാൻ, അപ്പൊ സുഹൈൽ ഖാൻ ഒന്ന് ഓതി നല്ലത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാഫ് ഹാ യാ ഐൻ സ്വാദ്. ദിക്റു റഹ്മതി റബ്ബിക അബ്ദഹു സക്കരിയ്യ. ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ്യ. ഓക്കെ ഓക്കെ, ശുക്രൻ, ജസാക്കല്ലാഹ്. റജുലത്താത്ത ഇതിലൊരു സംശയമുണ്ട്. ചോദിച്ചോളൂ. ഈ രണ്ടാമത്തെ ആയത്തിന്റെ അവസാനം അത് ഒരു നമുക്ക് അലിഫ് ഇത് കാണുന്നുണ്ടല്ലോ, അലിഫ് കഴിഞ്ഞിട്ട് ഒരു മദ്ദിന്റെ അലാമത്ത് കാരണം തൊട്ടപ്പുറത്ത് അടുത്ത പിന്നെ ആയത്തിന്റെ തുടക്കങ്ങൾ നോക്കൂ, എന്താണ്? ഹംസ വന്നുകൊണ്ടാണ്. ഹംസ വന്ന്, അപ്പൊ അവിടെ എന്താണ്? നിർത്താണ്ട് ഒരാള് പോവാണ്. ദിക്റു റഹ്മതി റബ്ബിക അബ്ദഹു സക്കരിയ്യ ഇദ് നാദാ റബ്ബഹു എന്ന് പോവാണെങ്കിൽ അവിടെ മദ് മുൻഫസിലായിട്ട് മാറും. അപ്പൊ അതിനുള്ള അലാമത്താണ്. വഖഫ് ചെയ്യുകയാണെങ്കിൽ സക്കരിയ്യ ഹർക്കത്തൈൻ ചേർത്തോതാണെങ്കിൽ മദ് മുൻഫസിൽ, അങ്ങനെ പോവാം. ഓക്കെ. റജുലത്താത്ത ഇത് എന്നെ പാരായണം ചെയ്യും. ഒന്ന് രണ്ടാളെ കൊണ്ട് ഞാൻ ഇതെന്നെ പാരായണം ചെയ്യിപ്പിക്കും. ഇതിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ റെഡിയാക്കാണ്ട്. റജുലത്താത്ത കൈ പൊന്തിച്ചിഞ്ഞല്ലോ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كافها يا عين صاد. ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا. ഓക്കെ ഓക്കെ, കമന്റ് ഞാൻ പിന്നീട് പറയാം. ഒന്ന് രണ്ടാളെ കൊണ്ട് കൂടി ഓദിപ്പിച്ച് നോക്കട്ടെ. ശക്കിലത്താത്തൊന്ന് പാരായണം ചെയ്യോ? ആയത്ത് മൊത്തം പാരായണം ചെയ്യേണ്ട, ഇത് മാത്രം, ഒന്നാമത്തെ ആയത്ത് മാത്രം.
ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഖാഫ് ഹാ യാ ഐൻ സ്വാദ്. ഓക്കെ ഓക്കെ. ഷക്കീല താത്ത, താഹിറത്ത ആ ഒന്നാമത്തെ ആയത്ത് മാത്രം ഒന്ന് പാരായണം ചെയ്യും. كاف ها يا عين صاد. ഓക്കെ 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 ഓക്കെ. അടുത്തത് ഫാത്തിമ CEV. كاف ها يا عين صاد. ഓക്കെ. അടുത്തത് പിന്നെ ഇവര് സുൽഫിക്കർക്ക ഒന്നാമത്തെ ആയത്ത്. كاف ها يا عين صاد. ഓക്കെ. അടുത്തത് റഷീദ് സാഹിബ് ഒന്നാമത്തെ ആയത്ത് മാത്രം. ഓക്കെ. കാഫ് ഹാ യാ ഐൻ സ്വാദ്. ഓക്കെ 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 ഓക്കെ. റസ്യാബിത്താത്ത പാരായണം ചെയ്യും. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. കാഫ് ഹാ യാ ഐൻ സ്വാദ്. അപ്പൊ ഞാൻ ഇനി ഇതിന്റെ വിഷയത്തിലേക്ക് വരിക. പിന്നെ നിങ്ങളിത് നോക്കൂ. ഈ ഇത് നോക്കിയാൽ മതി. കാഫ് എന്നുള്ളത് എന്താണ്? കാഫ് സുക്കൂന് വന്നിട്ടുണ്ട്. അപ്പൊ അത് സിത്ത ഹർക്കാത്താണ്. ഹായ 2 ഐൻ എന്ന് പറയുന്ന ഐനിന് ശേഷം നൂനു സാക്കീന അല്ലെ, സുക്കൂനുള്ള നൂന് വന്നിട്ടുണ്ട്. പിന്നെ സ്വാദ് വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഐന് സ്വാദ്, നൂനു സാക്കിനയ്ക്ക് ശേഷം സ്വാദ് വന്നേക്കൊണ്ട് അവിടെ ഒരു ഉന്നയും കൂടി സംഭവിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പാരായണം ചെയ്ത ഒരുപാട് ആൾക്കാർക്ക് സംഭവിച്ച ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദാലിന് കൽക്കല കൊടുത്തില്ല. സ്വാദ് എന്ന് പറഞ്ഞു പോയിക്കാണ്. അവിടെ സ്വാദ് എന്ന് ക്ലിയർ ആണ്. എല്ലാവരും അല്ല, കുറച്ച് ആൾക്കാർ പാരായണം ചെയ്ത സമയത്ത് കൃത്യമായിട്ട് കൽക്കല കൊടുത്ത ആൾക്കാരും ഉണ്ട്. ആ ഒരു അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയാം. എല്ലാ ഇതും ഇത് പാരായണം ചെയ്യുന്ന സമയത്ത് ഒന്നാമത്തത് അയിന് കഴിഞ്ഞിട്ട് അങ്ങനെ വേണം. അപ്പൊ ഐൻ കഴിഞ്ഞിട്ട് ഒരു ഒന്നും കൂടി അവിടെ ചേർത്താനുണ്ട്. ചില ആളുകളൊക്കെ വിട്ടുപോയിട്ടുണ്ട് അത്. അപ്പൊ ഒന്നും കൂടി ക്ലിയർ ആക്കിയിട്ട് ഒന്നും കൂടി ചെല്ലിച്ചേരാം. അത് കഴിഞ്ഞിട്ട് ഓരോരുത്തർ ഞാൻ ചെല്ലിയതുപോലെ തന്നെ നിങ്ങൾ പാരായണം ചെയ്തു തരണം. ഓരോരുത്തരുടെ പേര് വിളിക്കും. ഈ കഫായ ഐൻ സ്വാദ് മാത്രം കേട്ടോ. ഒന്നും കൂടി ഞാൻ ഇതാക്കും. നല്ലോണം ബ്രീത്ത് എടുത്ത് കഴിഞ്ഞിട്ട് അവിടെ ഓതിയാൽ മതി. കാഫ് സിത്ത ഹർക്കാത്ത് 2 യാ 2 ഐൻ സിത്ത, അതിന്റെ ഇടയിൽ ഒരു 2 ഉന്ന, പിന്നെ സ്വാദ് മാ കൽക്കല. ഓക്കെ. ഐനിന്റെ സിത്ത ഹർക്കാത്ത് വരാനുള്ള കാരണം ഒന്നും കൂടി പറയാമോ? ഐൻ എന്നുള്ള ഐൻ യാ, അതായത് ഐൻ എന്ന് പറയുന്നത് മദ് ശരിക്കും മദ് ലീനാണ്. മദ് ലീൻ എന്ന് പറഞ്ഞൊരു സാധനമാണ് അത്. ഏത് പിന്നെ ഫത്തക്ക് ശേഷം യാ മദ് കൊടുത്തിട്ട് നൂനിന് സുക്കൂന് നൽകി വഖഫ് ചെയ്യുകയാണെങ്കിൽ ഒരു മദ് നമ്മൾ പഠിക്കാനുണ്ട്. ആ മദ് പിന്നെ ലീൻ എന്നാണ് പറയാ. മദ്ദു ലീൻ എന്നാണ് പറയാ. അത് നമ്മൾ പഠിച്ചിട്ടില്ല, അവിടെ എത്തിയിട്ടില്ല. ഇതിൽ നോക്കട്ടെ, ഞാൻ ദിലിതാ കണ്ടില്ലേ. ഐൻ മദ് ലാസിം, ലാസിം ലീൻ, മദ്ദു ലീനുൽ ലാസിം എന്നൊക്കെയാണ് ഇതിന് പറയാറുള്ളത്. ഐൻ എന്ന് പറയുന്നത്. ഐന് പിന്നെ ആ ഒരു എന്താ പറയുക അതിന് ഐൻ എന്നുള്ള നമ്മൾ ആ ഒരു മദ് നമ്മൾ പഠിക്കാനുണ്ട്. പക്ഷെ മദ്ദിന്റെ അക്ഷരമില്ല. ഇല്ല, മദ്ദിന്റെ അക്ഷരമില്ല. പക്ഷെ അവിടെ ആ ഐൻ എന്ന് പറയുന്നത് ഒരു മദ് ലീനിലേക്കാണ് പോകുന്നത്. മദ് ലീൻ എന്ന് പറയുന്നത് മദ് ലീൻ നമ്മൾ ശരിക്കും അതിന് മുമ്പേ എടുത്തു പോകേണ്ടതായിരുന്നു. മുമ്പ് എടുത്തു പോയ ഒരു വിഷയമില്ല. അതായത് ഫത്ഹ എന്ന അക്ഷരത്തിന് ശേഷം യാ സുക്കൂന് വരികയാണെങ്കിൽ ആ സുക്കൂന് പിന്നെ വരുന്നതിന് സുക്കൂന് നൽകി ചെയ്യുകയാണെങ്കിൽ അത് അവിടെ ഒരു മദ് സംഭവിക്കുന്നുണ്ട്.
ഐൻ എന്നുള്ള നൂനിന് സുക്കൂന് നൽകി വഖഫ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു മദ് സംഭവിക്കും. അങ്ങനെ അത് മദ്ദായിട്ട് മാറുന്നത്. മദ് ലീൻ എന്നാണ് പറയാം. അതുകൊണ്ടാണ് അതിനെന്ത് സംഭവിക്കുന്നത്, ലാസിത്ത ഹറക്കാത്തിലേക്ക് വരുന്നത്. ഇവിടെ നോർമൽ കേസിൽ എന്തില്ല, യാ മദ്ദോ അലിഫ് മദ്ദോ ഒന്നുമില്ല. പക്ഷെ ഐൻ എന്നുള്ള ആ ഒരു വാക്കുണ്ട്, അത് ശരിക്കും മദ് ലീനാണ്. മദ് ലീൻ ഞാൻ പറഞ്ഞല്ലോ, മദ് ലീൻ നമ്മൾ പഠിപ്പിക്കാത്തത് കൊണ്ടാണ് ഒരു കൺഫ്യൂഷൻ വരുന്നത്. അത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വിഷയം വരില്ല. ഐൻ അവിടെ ഒരു പുതിയൊരു മദ് വരുന്നുണ്ട്. ആ മദ്ദിന്റെ പേര് മദ്ദുൽ ലീൻ എന്നാണ്. ഇൻഷാല്ലാ അത് പഠിക്കുന്ന സമയത്ത് അത് നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. അപ്പൊ അത് മദ്ദാണ്. ഉന്ന ചെയ്യാനുള്ള കാരണം എന്താ? നൂന് സാക്കീന സുക്കൂനുള്ള നൂനിന് ശേഷം സ്വാദ് വന്നു. അപ്പൊ നൂനുള്ള സ്വാദിന് ശേഷം സുക്കൂനുള്ള നമ്മള് നൂന് സാക്കിനക്ക് 4 നിയമം പഠിച്ചില്ല. അതിൽ സുക്കൂനുള്ള നൂനിന് ശേഷം സ്വാദ് വന്നു കഴിഞ്ഞാൽ അവിടെ ഗുന്നയാണ്. ഇഖ്ഫാന്റെ നിയമമാണ്. ഇഖ്ഫ ആണ്, ഇൽഹാർ അല്ലേ. ഇൽഹാർ തൊണ്ടന്റെ അക്ഷരല്ലേ. ഇതിൽ സ്വാദ് വരുന്നില്ല. പിന്നെ ഇദ്ഗാമിന്റെ ഹർഫുകൾ ഏതൊക്കെയാണ്? യർമലൂന, യാ, റാ, മീം, വാവ്, നൂന്, ലാമ്, അതാണ്. അതിലും എന്ത് വരുന്നില്ല, സ്വാദ് വരുന്നില്ല. പിന്നെ വരുന്നത് കൽക്കല, ഇതാണ് ഇഖ്ലാബാണ്, അത് ബ ആണ്. പിന്നെ വരുന്ന ബാക്കി മൊത്തത്തില് എന്താണ് 13ഓളം ഹർഫുകൾ എന്തിൻ്റെതാണ്? ഇഖ്ഫ ആണ്. അപ്പൊ അവിടെ ഐൻ എന്നുള്ള നൂനു സാക്കിനക്ക് ശേഷം സ്വാദ് വന്നതുകൊണ്ട് അവിടെ എന്ത് സംഭവിക്കും? ആ നൂനിനെ സ്വാദിലേക്ക് ഇദ്ഗാം ചെയ്ത്, മലിച്ച് പാരായണം ചെയ്യാണ്. ഇഖ്ഫാ ചെയ്യാണ്. അതുകൊണ്ടാണ് അവിടെ ഉന്ന വരുന്നത്. ഉന്ന എന്തുകൊണ്ടാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് വിഷയം. അപ്പൊ അതിങ്ങനെ പിരിച്ചെഴുതുന്ന സമയത്താണ് ഐൻ എന്നുള്ളതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് മദ്ദുൽ ലീൻ ആണ് എന്ന് മനസ്സിലാക്കാം. മദ്ദുൽ ലീൻ നമ്മൾ വിശദമായിട്ട് പഠിക്കുമ്പോൾ അത് എന്തുകൊണ്ടാണ് മദ്ദായത് എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, അപ്പൊ മനസ്സിലായിട്ടുണ്ട്. സുഹൈൽക്കാക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അല്ല, സ്വാദ് തബിയ ലാസിമോ? മദ് ലാസിമാണ്. കഴിഞ്ഞിട്ട് ദാലിന് സുക്കൂന് നൽകില്ലേ? അതെ, സുക്കൂന് നൽകുമ്പോ ശബ്ദ സുക്കൂനാണ് പിന്നെ ലാസിമിന് കാരണം. അപ്പൊ ഐനിനെ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കാം. ഐൻ അതായത് യാന് സുക്കൂന്, യാന്റെ മുമ്പുള്ള ഹർക്കത്തിന് ഹർഫിന് ഫത്ഹയും യാന് സുക്കൂനും വന്നു കഴിഞ്ഞാൽ അത് ഹർഫ് ലീൻ. ആ ഹർഫ് ലീനിന് ശേഷം ഹർഫ് വന്നു കഴിഞ്ഞാൽ അത് മദ്ലീനായിട്ട് മാറും. മദ്ദുൽ ലീനാണ് ഇവിടെ സംഭവിക്കുന്നത്. ആ മദ്ദാണ് ലാസിമായിട്ട് മാറുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഹർഫ് മദ്ദുൽ ലീന് നമ്മൾ പിന്നീട് പഠിക്കുമ്പോൾ അത് നിങ്ങൾക്ക് വ്യക്തമാക്കി. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം പാരായണം ചെയ്തുതരാം. ഓരോരുത്തരുടെ പേര് വിളിക്കുന്ന അനുസരിച്ച് ഓരോരുത്തരും ഇത് മാത്രം ഇങ്ങനെ പാരായണം ചെയ്യുക. പരമാവധി 10-24 ഹർഫിന്റെ ടൈമിങ് ഇങ്ങനെ വിരലോണ്ട് എൻഡിങ് ആയിട്ട് തന്നെ ഓതുക. ഓക്കെ, എനിക്ക് മുഴുവനായിട്ട് എത്തിക്കാൻ പറ്റിയിട്ടില്ല. ഇനി ഓരോരുത്തര് മെറുനിസത്താത്ത ബിസ്മി ഒന്നും വേണ്ട, ജസ്റ്റ് ഇത് മാത്രം കേട്ടോ. പെട്ടെന്ന് വിളിക്കുന്ന ആൾക്കാർ പെട്ടെന്ന്. മെറുനിസത്താത്തല്ല, റഷീദ് സാഹിബ്. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്ത ആള് അഹനത്താത്ത. കാഫ് ഹാ യാ ഐൻ സ്വാദ്. ഐൻ സ്വാദല്ല, നൂനിനെ മറച്ചു വെക്കണം കേട്ടോ. ഓക്കെ ഓക്കെ, ശ്രദ്ധിക്കണം. ഇനി അടുത്ത ആള് പാരായണം ചെയ്യുന്നത് ശ്രദ്ധിക്കണം. അഷ്റഫ് ഖാൻ, മുഹമ്മദ് അഷ്റഫ് ഖാൻ. ഐന് സ്വാദ്, ഐൻ
ഒന്ന് ഒരു എഫ് ഉന്ന ചെയ്യേണ്ടിയിരുന്നു. ഓക്കെ ഓക്കെ. അടുത്ത് സെലീന താത്തല്ല. ഒരു ഡൗട്ട്, അതിന്റെ ഇടയിൽ വഖഫ് അലൗഡ് അല്ലല്ലോ? ഏ? വഖഫ് അലൗഡ് അല്ലല്ലോ, അനുവദിക്കില്ലല്ലോ. വഖഫ് ചെയ്യാൻ പറ്റൂല. അല്ല ഇല്ലില്ല, ഇതില് വഖഫ് ചെയ്യാനുള്ള ചാൻസ് ഇല്ല നമുക്ക്. അല്ല, വഖഫ് ചേർത്ത് അല്ലേ, നേരെ പോണം. ചെയ്യരുത്, പരമാവധി ചെയ്യാണ്ട് തന്നെ നോക്കാം ഇൻഷാ അല്ലാ. ഓക്കെ, ഷക്കീലത്താ. كاف ها يا عين صاد ഐൻ സ്വാദ് ഒന്നും കൂടി നോക്കണം. മുഹമ്മദ് ലൈലാബിത്ത. كاف ها يا عين صاد. ശരിയായില്ല, ഐൻ സ്വാദ് വിട്ടുപോയിട്ടുണ്ട്. ഷഹനാസ് താത്ത ഉണ്ടോ? Yes. ആ, Okay. Kaf ha ya ain sad. 24 ഹർഫിന്റെ ടൈമിങ് വരണം. നിങ്ങളത് അവിടെ എത്തുന്നില്ല, ആരും അവിടെ എത്തിയിട്ടില്ല കേട്ടോ. ഓക്കെ, താഹിർ താത്ത നോക്ക, താഹിർ താന്റെ എത്ര ഉണ്ട് നോക്കാം, ഞാൻ എണ്ണുന്നുണ്ട് ഇവിടെ. താഹിർ താ പോയോ? ഓക്കെ, താഹിർ താ ഉണ്ടല്ലോ. ഞാൻ മൈക്ക് ഓൺ ചെയ്തില്ലേ? ഉം. كاف ها يا عين صاد. ഒരുപാടായി പോയിക്കുന്നു. നിങ്ങൾ പിടുത്തം ഉദ്ദേശിച്ച കൂടുതലായി എന്നിട്ട് ഗ്യാഫ് തന്നെ 10 മിനിറ്റ് എത്തിപ്പോയിക്കുന്നു. ഓക്കെ, ഫാത്തിമ താത്ത. كاف ها يا عين صاد. ഫാത്തിമത്ത ഐൻ എന്ന് പറയുമ്പോ എന്നൊന്ന് ഇതാക്കണം കേട്ടോ. സുൽഫിക്കർക്ക. كاف ها يا عين صاد. ഓക്കെ, ഒരു ഹാവിന് എന്തോ ഒരു ചെറിയൊരു ഇതുള്ള പോലെ തോന്നി. ഹാവും യാവും തോന്നിക്ക്. കുഴപ്പമില്ല. റസ്യാബിത്ത. റസ്യാബിത്ത. كاف يا عين صاد. സ്വാദ് ദാലൊന്നും വന്നിട്ടില്ല. ആ സുഹൈൽക്ക ഒന്നുകൂടി. كاف ها يا عين صاد. ഐൻ സ്വാദായി പോയി. ഐൻ ആവാണ്ട് സ്വാദ് അങ്ങനെ ലേശം ഒന്ന് അവിടെ ഒന്നുകൊണ്ട് മറക്കാഞ്ഞാ മതി ഐനിനെ. അടുത്ത റജുലത്ത. كاف ها يا عين صاد. കുറച്ചും കൂടി വരാനുണ്ട്. ഒരു 24 ഹർഫിന്റെ അടുത്തൊന്നും എത്തിയിട്ടില്ല. ഒന്നും കൂടി ലെവലാക്കിയാൽ മതി ഇൻഷാ അല്ലാ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് തൈജിലേക്ക് പോവാ. കാഫ് അത് ഓരോരുത്തർ പറഞ്ഞോളി, എന്നാലും നമുക്ക് വേഗം അതും ഒന്ന് ക്ലിയർ ആണോ നോക്കല്ലോ. താഴ്ത്തുന്നു റജുലത്താത്ത, കാഫിന് എന്താണ് തൈജി പറയാ? മാത്രം കിട്ടുവോ? ഇല്ല, ലാസിം. ആ, കാഫ് മദ് ലാസിം ഹർഫി. കാഫ് മദ് ലാസിം ഹർഫി മുഖഫഫാന്നാണ് എഴുതിയിരിക്കുന്നത്. മുഖഫഫാണ് കാരണം കാഫ് ഫാന് സുക്കൂനാണല്ലോ. അപ്പൊ മുസ്തഖൽ നേരത്തെ എഴുതിയത് കണ്ടല്ലോ. മുസ്തഖല് ലാമിന് ശേഷം ലാമ് മീമ് വന്നത് കൊണ്ട് ലാമ്
സുക്കൂനുള്ള മീമിന് അടുത്ത മീമിനൊക്കെ ഷദ് വന്നത് കൊണ്ടാണല്ലോ അലിഫ് ലാം മീ അവിടെ ഇവിടെ വന്നിട്ടില്ല. കാരണം നോക്കണം എന്തുകൊണ്ടാണ് സുക്കൂനാണോ ഷദ്ദാണോ എന്നുള്ളത്. ഇവിടെ ഒക്കെ നോക്കൂ നിങ്ങൾ ഒക്കെ പിന്നെ സുക്കൂനാണ്. അപ്പൊ അതുകൊണ്ട് എളുപ്പമാണ്. ഓക്കെ, അടുത്ത സുഹൈൽക്ക ഹ എന്താ പറയാ? ഹ മദ് തബി ഹർഫി ഹർക്കത്താൻ. ഹർക്കത്താൻ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ യാവു അങ്ങനെ തന്നെയാണ്. ഐന് റസിയാബി ഐൻ എന്താ തഹജി പറയാ? അതിന് കുറച്ചൊരു പ്രശ്നമുണ്ട്. ഐൻ മദ് ലാസിമുൽ ലീൻ അല്ലെ ലീനുൽ ലാസിം ഹർഫി മുഖഫഫ് സിത്ത ഹർക്കാത്ത് എന്നാണ് പറയാ. അത് മദ് ലീൻ ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ. ഐൻ മദ് ലാസിം. സ്വാദ് എങ്ങനെ പറയാ? അതൊന്ന് സ്വാദ് എന്ന് പറഞ്ഞേരി. സ്വാദ് ആ മുഫഖമ ലാസിം ഹർഫി മദ് ലാസിം ഹർഫ് മുഖഫഫ് സിത്ത ഹർക്കാത്ത്. കഴിഞ്ഞോ? പിന്നെ ദാൽ മുക്കൽക്കല. മാൽ കൽക്കല എന്നും കൂടി പറയണം കേട്ടോ. സ്വാദിന് ഇവിടെ നമ്മൾ മുഫഹമ പറയണ്ട. ഈ ഒരു ഹർഫില് നമ്മൾ മുഫഹമിനെ തൽക്കാലം മാറ്റി വെക്കാം. ജസ്റ്റ് ആ ഹർഫിന്റെ പേര് മാത്രം പറയാം. സ്വാദ് മദ് ലാസിം ഹർഫി മുഖഫഫ് സിത്ത ഹർക്കത്ത് മാൽ കൽക്കല, കൽക്കലയോട് കൂടിയിട്ട് എന്നുള്ളതും കൂടി അതിൽ ചേർത്ത് ഞാൻ എഴുതിക്കോളി. ആ റഷീദ് സാഹിബ് എന്താ ചോദിച്ചേ? വേണ്ട, മാൽ കൽക്കല, കൽക്കലയോട് കൂടി എന്ന് പറഞ്ഞാൽ മതി. അവിടെ ദാലൊന്നും ശരിക്കും ഇല്ലല്ലോ, നമ്മൾ കാണാൻ ദാലില്ലല്ലോ. സ്വാദ് മാത്രമേ ഉള്ളൂ. അപ്പൊ സ്വാദിനെ നമ്മൾ പിരിച്ച് എഴുതുന്ന സമയത്താണ് ദാല് വരുന്നത്. എഴുത്തിൽ അതൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് എന്താണ് സ്വാദ് മാത്രമാണ് നമ്മൾ പറയുന്നത്, അല്ലാണ്ട് ദാല് സുക്കൂന് ഒന്നും നമ്മൾ പറയുന്നില്ല. അതെ. അപ്പോ ഇതിന് ജസ്റ്റ് ഇങ്ങനെ ആ ഒരു ഹർഫിന്റെ പേര് പറയാം. മദ് ലാസിം ഹർഫി മുഖഫഫാണോ മുസ്തഖലാണോ അത് പറയാം, സിത്ത ഹർക്കാത്ത്. പിന്നെ കൽക്കലയിൽ വഖഫ് ചെയ്യുമ്പോൾ അത് പറയാം. ഇവിടെ ഉന്നയും മറ്റും നമ്മൾ ഇവിടെ പരാമർശിക്കുന്നില്ല. ഉന്നൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ജസ്റ്റ് ഹർഫിന്റെ പേര് മദ് ലാസിം എന്താണോ അത് പറയാം. അത്ര മാത്രമേ ഉള്ളൂ ഈ മദ് ലാസിമിനെ കുറിച്ചിട്ട്. പക്ഷെ അവിടെ നമ്മൾ പാരായണം ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഐനിന് ശേഷം സ്വാദ് വരുമ്പോ ആ നൂന് സാക്കിനെ മണിക്കണം എന്നുള്ളത് നമ്മൾ ഓർമ്മയിൽ വേണം. അപ്പൊ ഐൻ സ്വാദ് വരുന്ന സമയത്ത് ഐ എന്നൊരു അതിനൊന്ന് നൂനിനെ ഒന്ന് മറച്ച് സ്വാദിലേക്ക് പോകണം എന്നുള്ളത് നമ്മൾ അതായത് ഐൻ മദ് ലീൻ ലാസിം അല്ലെങ്കിൽ ലാസിമുൽ ലീൻ എന്ന് വേണമെങ്കിലും പറയാം. ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇതാക്കണ ഞാൻ ലാസിമുൽ ലീൻ ചെറുതാക്കി കൊടുത്തതാണ്. അത് മദ് സംഭവിക്കാൻ കാരണം അത് ലീൻ ആയതുകൊണ്ടാണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. രണ്ട് രീതിയിലും പറയപ്പെടുന്നുണ്ട്. മദ് ലീനുൽ ലാസിം എന്നാണ് ഇപ്പൊ കൂടുതൽ ആളുകൾ പറയുന്നുണ്ട്. ലാസിമുൽ ലീൻ എന്നും പറയുന്നുണ്ട്. മദ് ലീൻ ലാസിം ആയതാണെന്ന് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ, അതാണ് കുറച്ചും കൂടി പറയാനും സുഖം. ഐൻ മദ് ലീനുൽ ലാസിം ഹർഫി മുഖഫഫ് സിത്ത ഹർക്കാത്ത്, അല്ലെങ്കിൽ മദ് ലാസിം തന്നെ പറഞ്ഞാൽ മതി. അവിടെ പിന്നെ ലീന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഓർത്ത് വെക്കാം. അപ്പൊ നേരത്തെ ഒരു സംശയം ഇപ്പൊ നമ്മൾ പറഞ്ഞതിൽ നിന്ന് വ്യത്യാസമാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ മദ്ദക്ഷരങ്ങളൊന്നുമില്ല, സുക്കൂന് മാത്രമാണ് വന്നത്. അപ്പൊ അവിടെ ഒരു കൺഫ്യൂഷൻ സ്വാഭാവികമായിട്ട് സുഹൈൽക്കാക്കൊക്കെ ചോദിച്ചതുപോലുള്ള ഒരു സംശയത്തിന് റഷീദ് സാഹിബ് ഒക്കെ പറഞ്ഞു അവിടെ മദ്ദിന്റെ അക്ഷരം ഒന്നുമില്ല, പിന്നെ എങ്ങനെ അത് ലാസിമായി? അപ്പൊ അത് ലാസിം ആവാൻ കാരണം അത് മദ് ലീനാണ്. മദ് ലീൻ എന്താണ് ഓട്ടോമാറ്റിക് അത് കൺവേർട്ടൻ ടു മദ് ലാസിമാണ്. അതാണ് അവിടെ സംഭവിക്കുന്നത്. അതാണ് മദ് ലീന്. സ്വാദിന്റെ പറയുമ്പോ മദ്ദു ലാസിം ഹർഫി പിന്നെ മാൽ കൽക്കല. ഓക്കെ. അപ്പൊ പിന്നെ വരുന്നത് ഹാന്റേത് ഹ മദ് തൊബി ഹർഫി ഹർക്കത്താൻ. യാ സെയിം തന്നെ, യാ മദ് തൊബി ഹർഫി ഹർക്കത്താൻ. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആണ്. നമ്മൾ തഹജ്ജി പറയുന്ന മെറ്റദിനെ അപേക്ഷിച്ച് എളുപ്പമാണ് തഹജ്ജി പറയാൻ. പാരായണത്തിനാണ്
ഫത്ഹ അലിഫ് മദ് എന്ന് പറയണ്ട. ഇല്ല, ഒന്നും പറയണ്ട. മദ് തൊബി ഹർഫി ഹർക്കത്താൻ യാ. ആ 5 അക്ഷരങ്ങളും അങ്ങനെ പറഞ്ഞാൽ മതി. മറ്റേതിന്റെ പോലെയല്ല ഇത്. ഇത് അതിൽ നിന്ന് വ്യത്യാസമാണ് നമ്മൾ ഓർത്തു വെക്കുക. ഹർഫിന്റെ കേസിൽ മാത്രം. കാരണം നമ്മൾ കാണുന്നത് കാഫും ഹാവും യാവും മാത്രം. അതിനെ പിരിച്ചെഴുതുന്നൊന്നുമില്ല. പിരിച്ചെഴുതുന്നത് നമുക്ക് ഇത് എങ്ങനെ മദ് ലാസിമായി എന്നറിയാൻ വേണ്ടിയിട്ടാണ് അതിനെ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ പിരിച്ചെഴുതുന്നത്. അപ്പോഴാണ് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുക. ഇങ്ങനെയൊക്കെയാണ് ഇത് എന്തായത് മദ് ലാസിമായത്. അത് നോർമൽ കേസിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ ഓതി കൊടുത്തത് അതാണ് ശരിക്കും എന്നുള്ള അലിഫ് മദല്ലേ എന്നുള്ള അതൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയല്ല യാ അങ്ങനെ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് മാത്രം നമ്മൾ മദ് തൊബി ഹർഫിലുള്ള തൊബിയാണ് എന്ന് പറയുമ്പോൾ അവിടെ മറ്റേ ഇതൊന്നും അവിടെ പോകുന്നില്ലല്ലോ. ഓക്കെ, ഇനി അടുത്തത് നൂല്. ഓക്കെ, ഞാൻ നൂല് ഓതുന്ന നൂല് ഒരാൾ ഓതിക്കോളി. നൂൻ അത്ര മതിയോ? അല്ല, അവിടെ നൂൻ അവിടെ ആണോ? മദ് ലാസിമല്ലേ? നൂന് നൂന് അല്ലെ? നൂൻ എന്നുള്ള വാക്കിനെ നമ്മൾ തിരിച്ചെഴുതുമ്പോ നൂൻ ലൊമ വാവ് മദ് പിന്നെ നൂന് സുക്കൂൻ. അപ്പൊ അത് ഇതാക്കാൻ വേറെ മൈക്ക് ഓണാക്കി വെച്ചിരിക്കുന്നല്ലോ. നിങ്ങളെ പറയുന്നൊക്കെ കേൾക്കണ്ടേ? അപ്പൊ എല്ലാരും ഓഫാക്കി. അപ്പൊ റിസ്റ്റാർട്ടിക്ക് മനസ്സിലായില്ലേ? നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. നൂൻ കണ്ടില്ലേ? നൂന് നൂന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് അതിന് തഹജ്ജി സിമ്പിൾ ആണ്. നൂൻ മദ് ലാസിം ഹർഫി മുഖഫഫ് സിത്ത ഹർക്കത്ത് മുഖഫഫ് ആണ്, ശക്തിയിലല്ല, സുക്കൂനാണ് കാരണം. ഓക്കെ, അടുത്ത ആളിലേക്ക് പോകും. അടുത്ത ഒരാൾ ഇതൊന്ന് പാരായണം ചെയ്ത് നോക്കൂ. പെട്ടെന്ന് മൈക്കോർന്നെങ്കിൽ പെട്ടെന്ന് ഓതിക്കൂടി ഒരാള്. ആരാ പാരായണം ചെയ്യുന്നത്? സുഹൈൽ കാക്ക പാരായണം ചെയ്യുന്ന ഇടയിൽ വേറെ ആരോ പാരായണം ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ, സുഹൈൽ കാക്ക കണ്ടിന്യൂ ചെയ്തോളൂ. ബലില്ലദീന കഫറൂ ഫീ ഇസ്സത്തിൻ വശിഖാഖ്. ഓക്കെ. അവിടെ ദാൽ കസ്റ യാ മദ് യസ്കുതു വസ്ലൻ സംഭവിക്കുന്നുണ്ട്. നമ്മൾ പഠിച്ചിട്ടില്ല. ആ ടോപ്പിക്കിലേക്ക് വരാനുള്ളതാണ്. അവിടെ മദ് കളയപ്പെടുകയാണ്. ഹദഫ് തഹ്രീക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിയമം പഠിക്കാനുണ്ട്. ഹദഫ് തഹ്രീക്ക്. ഹദഫ് എന്ന് പറഞ്ഞാൽ കളയുക, തഹ്രീക്ക് ഹർക്കത്ത് നൽകുക. അപ്പൊ അത് പഠിക്കുമ്പോൾ ഇവിടുത്തെ റൂള് നമുക്ക് പിടുത്തം കിട്ടും. ഓക്കെ, ശുക്രൻ, ജസാക്കല്ലാഹ്. സ്വാദ് എന്ന് പറയുമ്പോൾ സ്വാദ് ദാലിന് സുക്കൂന് കൽക്കലയാണ്. അപ്പോ എന്ത് പറയേണ്ടി വരും? പിന്നെ തഹജ്ജി പറയുന്ന സമയത്ത് സ്വാദ് മദ് ലാസിം ഹർഫി മുഖഫഫ് സിത്ത ഹർക്കാത്ത് മാൽ കൽക്കല, കൽക്കലയോട് കൂടി എന്നുള്ളത് കൂടി ദാല് സ്വാദിന് നമ്മൾ തഹജ്ജി പറയുമ്പോൾ പറയണം. ഓക്കെ, അടുത്തത് ആരാണ്? ഇനി ആയത്തില്ല, സോറി. പിന്നെ ഞാൻ ആയത്തുകൾ കുറച്ചേ വെച്ചിട്ടുള്ളൂ. ഇനി നിങ്ങൾക്കുള്ള വർക്കുകളൊക്കെ ഞാനിപ്പോ തന്നെ തരാം. അലിഫ് ലാം റ എന്നുള്ളത് നോക്കൂ നിങ്ങൾ. അലിഫ് ഇല്ലായുമത്, ലാമ് തന്നെ, പിന്നെ റ എന്നുള്ളത് റ, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ അത് പാരായണം ചെയ്ത സമയത്ത് അലിഫ് ലാം റ, അലിഫ് ലാം റ, അത്ര. അപ്പൊ അലിഫ് ലാം റ കണ്ടില്ലേ? ഇതിങ്ങനെ പിരിച്ചെഴുതിയതാണ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിട്ട്. ഇത്
ഹർഫിലാണ് എന്ന് ഓർത്തു വെക്കുക. സാധാ മറ്റേതല്ല, മറ്റേതാകുമ്പോ റ ഫത്ഹ മുഫഖമ അലിഫ് അതുകൊണ്ട് അധികം നീട്ടമില്ല, 2 ഹർക്കത്ത് നീട്ടിയാൽ മതി. 2 ഹർക്കത്ത് നീട്ടിയാൽ മതി. ഇവിടെ ജസ്റ്റ് റ മദ് തൊബഈ ഹർഫി ഹർക്കത്താൻ അത്ര മാത്രം പറഞ്ഞാൽ മതി. വേറെ നമ്മൾ പഠിച്ചതിലേക്ക് ഒന്നും പോണ്ട. ഓക്കെ, ഈ ഒരു കേസിൽ മാത്രം റ മദ് തൊബഈ ഹർഫി ഹർക്കത്താൻ. ഇവിടെ നമ്മൾ മുഫഖമയും മറ്റോ മറിച്ചോ ഒന്നും പറയണ്ട. ഈ മദ് ലാസിം ഹർഫിൽ പറയുമ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഫത്ഹ അലിഫ് മദ് മറ്റൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അടുത്തത് നോക്കാം നമുക്ക്. അലിഫ് ലാമ് മീം റാ. ഇവിടെ നിങ്ങൾക്ക് പിന്നെ റഷീദ് സാഹിബിനോട് തന്നെ ഞാൻ ചോദിക്കാം, ചെയ്തത് കൊണ്ടാണ്. ലാമ് മീം റാ അല്ലെ, ഇതില് മുഖഫായ മദ് ഒക്കെ മുഖഫഫാണോ മുസക്കലാണോ, അല്ലെങ്കിൽ ഏതാണ് മുസക്കൽ ഏതാണ് മുഖഫഫ് എന്ന് പറയാൻ പറ്റും? അവിടെ ലാമ് പിന്നെ മുസക്കലായി തീരും. ലാമ് മുസക്കലായി തീരും. കാരണം അവിടെ 2 ലാമും മീമിന്റെ മറ്റു 2ഉം കൂടി അവിടെ ഇദ്ഗാമായി ഇദ്ഗാം വരുന്നുണ്ട്. അതെ അതെ അതെ, ലാമ് മീം. ഓക്കെ, പിന്നെ മീം എന്നുള്ള അവിടെ പിന്നെ അത് മുഖഫഫാണ്. മുഖഫഫാണ്. ഓക്കെ ഓക്കെ, അത് വെരി ഗുഡ്. അത് തന്നെയാണ് വേണ്ടത്. ലാമിന്റെ മീമും ആയിട്ട് ചേർന്നിട്ടാണ് വരുന്നത്. അത് പിന്നെ റാ മദ് തൊബീ ഹർഫി ഹർക്കത്താൻ, ലാം മദ് ലാസിം ഹർഫി മുസക്കൽ. അതെ അതെ, ലാമ് മദ് ലാസിം ഹർഫി മുസക്കലും മീം മദ് ലാസിം ഹർഫി മുഖഫഫും. അലിഫ് ലാം മീം എന്ന് പറഞ്ഞതിന്റെ അതേ തന്നെയാണ് വരുന്നത്. റാവും കൂടി കൂടിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതോ വേറൊരാൾ പറയൂ, ഇതെങ്ങനെയാണ് ഇതിന്റെ ലാമും മീമും സ്വാദും എങ്ങനെയാ വരിക? തഹജി വേറെ ആരാ പറയാ? ആരും ഉണ്ടെന്നില്ലെങ്കിൽ ആർക്കും മനസ്സിലായിട്ടില്ല. മദ് ലാസിം ഹർഫി മുസഖലാണ്. ഓക്കെ ഓക്കെ. മീം മദ് ലാസിം ഹർഫി മുഖഫഫ് 6 ഹർക്കത്ത്. ഓക്കെ. صاد مد لازم حرفي 6 حركات. حرفي مخفف 6 حركات. മുഖൽക്കല. മാൽ കൽക്കലയും കൂടി പറയണം. അത് ലാമ് മുസക്കലാണ്, പിന്നെ മീമ് മുഖഫഫാണ്, സ്വാദ് മുഖഫഫു ആണ്, മാൽ കൽക്കലയാണ്. ഓക്കെ ഓക്കെ, സുഹൈൽക്കാക്ക് മനസ്സിലായിട്ടുണ്ട്, അൽഹംദുലില്ലാ. ഇനി ആരാ? തോസീൻ. ഇതാരാ പറയാ? വേറൊരാള്? സീന് മുസക്കലാണ്. സീന് മുസക്കലാണ്. പിന്നെ മുഖഫഫാണ്. മുഖഫഫാണ്. ഒന്ന് പാരായണം ചെയ്യുന്നത്. എന്തോ പ്രശ്നങ്ങൾ ഉണ്ടോ നിങ്ങൾ പാരായണം ചെയ്ത്? നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കി, എന്തോ തെറ്റ് വന്നു. പ്രശ്നം ഉണ്ടാവും. അല്ല, നിങ്ങൾക്ക് തോന്നുന്നില്ല? എങ്ങനെ ഓതേണ്ടത്? എന്നുള്ളത് എന്നുള്ളത് ഹർഫി ഹർക്കത്താനല്ലേ? ഓക്കെ ഓക്കെ. അടുത്തൊരാള് പിന്നെ ആരാ പറയുന്നത്? അടുത്ത അവിടെ ഒരു സംശയം ഉണ്ടല്ലോ. സീനാണ്. സീൻ അവിടെ സീന് മുസക്കൽ എന്നാ പറഞ്ഞു, മുഖഫഫ് എന്നാ പറഞ്ഞു? സീന് മുഖഫഫാണ്. സീനിന് ശേഷം ഒന്നുമില്ലല്ലോ, മുഖഫഫാണ്. മുസക്കലല്ലോ. മുസക്കലല്ല മുഖഫഫാണ്. ഓർക്ക് മൊത്തം പാളി പോയിക്കും. ഒരുപാട് മീറ്റിംഗ് പോയി. മദ് തൊബയാണ്. അവിടെ തന്നെ അവർക്ക് പാരായണത്തിൽ ചെറിയൊരു കൺഫ്യൂഷൻ വന്നുപോയി. സുക്കൂനാണ്, വേറെ ഇല്ലല്ലോ, ശ്രദ്ധ ഇല്ലല്ലോ. അടുത്താരാണ് പറയുന്നത്?
പറയുന്ന ആളെ പേര് പറഞ്ഞാൽ ഞാൻ അടുത്ത ഇത് ഇട്ടുതരാം. നിങ്ങൾ മനസ്സിലാക്കണമെന്ന് നോക്കാൻ വേണ്ടിട്ട്. ആരാ പറയുന്നത്? ധൈര്യത്തോടെ വരി, ഞാൻ പറയാൻ തന്നിട്ട്. റഷീദ് സാഹിബ് റെഡി ആയി നിൽക്കുന്നത്. റഷീദ് സാഹിബ് ഞാൻ വിളിക്കാണ്ട് നിൽക്കാണ്. വേറെ ആരാണ് റെഡി ആയി? ഞാൻ പറയാം. ആരാണ്? ഞാൻ പേര് പറയൂ. ഷഹനാസ്. ഷഹനാസ്. ഓക്കെ, അതാണ്. ആദ്യം പാരായണം ചെയ്യുമത്. ഓക്കെ. തോസീൻ മീം. ഓക്കെ. എന്താണ്? തോ മദ് ത്വബീ ഹർഫി ഹർക്കത്താൻ. സീനോ? സീന് മദ് ലാസിം ഹർഫി മുഖഫഫ് സിത്ത് ഹർക്കാത്ത്. മീം മദ് ഹർഫി മുഖഫഫ് സിത്ത് ഹർക്കാത്ത്. ഓക്കെ. ഷഹനാസാത്ത പറയുന്നു സീന് മുഖഫഫാണ്, മീമ് മുഖഫഫാണ്. ആരെങ്കിലും യോജിക്കുന്നവരുണ്ടോ? സീന് മുസ്തഖലല്ലേ വരിക? സീന് നൂന് സാക്കിന ശേഷം മീമ്. അപ്പൊ സീൻ നൂന് സാക്കിന് ശേഷം മീമ് വന്നാൽ എന്താ സംഭവിക്കുക? ആ നൂനിനെ മീമിനെ ശരിയില്ലേ? അതെന്താ വിട്ടുപോയത്? സീന് മദ് ലാസിം ഹർഫി മുസ്തഖലാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നൂന് സാക്കിനെ. അപ്പൊ അത് പാരായണം ചെയ്ത് അവിടെ സുക്കൂന് വന്നപ്പോഴേ അലിഫ് വാവിന് ശേഷം സുക്കൂന് വന്ന പാരായണം ചെയ്യുന്ന സമയത്തും അവിടെ ചെറിയ കാര്യം. എങ്ങനെയാണ്? ഒന്ന് കൊന്നെ ചെയ്യണം. അപ്പൊ ഓക്കെ ഓക്കെ. ബാക്കി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. അടുത്ത ആളാരാണ്? ആരാ പറയുന്നത്? റജുലത്താത്ത. ഇതാണ് നിങ്ങളെ പാരായണം ചെയ്യൂത് ആദ്യം. അങ്ങനെ അത് തഹജി പറയാ. സിമ്പിൾ ആണ്. സിമ്പിൾ ആണ്. ഓക്കെ. അടുത്ത ആളാരാണ്? അടുത്ത ആള് പെട്ടെന്ന്. ബാക്കിയുള്ളവർക്ക് അവസരം കൊടുക്കാം. ഓക്കെ ഓക്കെ. എന്നാ ഓപ്പൺ ആക്കിയിട്ട് ഇതെങ്ങനെയാണ് പാരായണം ചെയ്യാ? ഓക്കെ ഓക്കെ. മുഹമ്മദ് ഒന്ന് പാരായണം ചെയ്യ്. മുഹമ്മദ് അഷ്റഫ് കാക്ക. ചെറിയൊരു മിസ്റ്റേക്ക് വന്നു പോയോ? തൊബിയാണ്. അപ്പൊ ഓക്കെ ഓക്കെ. അപ്പൊ അവിടെ യാസീൻ എന്നുള്ള യാസീൻ. അപ്പൊ തൊബി ഹർഫി ഹർക്കത്താൻ വരും. ഓക്കെ. അടുത്ത ആള് കഴിഞ്ഞു. അപ്പൊ അത്രേ ഉള്ളൂ നമ്മൾ വെച്ചിട്ടുള്ളൂ. സമയം 10 മണിയായി തോന്നുന്നില്ല നാട്ടില്. സമയം പോയത് അറിഞ്ഞിട്ടില്ല. അപ്പൊ ഒരു സംശയം, നമ്മൾ ഈ ഹുറൂഫുൽ മുഖത്ത അത് എല്ലാ സൂറത്തിന്റെ ആദ്യത്തിലല്ലേ വരുന്നത്? അതെ, 29 സൂറത്തിന്റെ ആരംഭത്തിൽ വരുന്ന കുറച്ച് അക്ഷരങ്ങളുടെ കോമ്പിനേഷനാണ്. അതും അതിന്റെ അടുത്ത ആയത്തും ചേർത്ത് ഓതാൻ പാടുണ്ടോ? ചേർത്ത് ഓതുന്നതിന് കുഴപ്പമില്ല. അത് ഓതാൻ നമുക്ക് അറിയണം കൃത്യമായിട്ട് എന്താണ് സംഭവിക്കുന്നത് നോക്കിയിട്ട് അതിനനുസരിച്ച് അത് ക്ലിയർ ചെയ്യാൻ കഴിയണം. ഇപ്പൊ ഇവിടെ നൂൻ വൽ ഖലമി അവിടെ ഇദ്ഗാം
സാധാരണ അത് ചെയ്യലില്ല, നോങ്ങിനെ മാറ്റി ഓതൽ എന്നാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ഹർഫിന്റെ മാന നമുക്കറിയില്ല, പിന്നെ അതിന്റെ പേരുണ്ട് അങ്ങനെയാണ്, പേര് എന്നാണ് മുറിച്ച അക്ഷരങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പൊ അതിനോട് ചേർക്കാതിരിക്കലാണ് നല്ലത്, അതിന് വേറെ തന്നെ ഓതലാണ് ഏറ്റവും ബെറ്റർ. അപ്പൊ അതിന്റെ തുടക്കത്തിൽ മിക്കവാറും അതെന്താണ് ഉണ്ടാവുക, അതിന് ടീം ഇട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവും, ജായിസാണ്. അപ്പൊ അത് എന്താണ് നിർത്താതിരിക്കാം എന്നുള്ളതാണ്. അപ്പൊ അവിടെ എനിക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല എന്നാണെങ്കിൽ അവിടെ എന്താ ചെയ്യാ, മീമ കൊണ്ടുപോയി വെക്കുക. മീമല്ല വെച്ച്, ജായിസ് ടീമാണ് വെച്ച്, അത് നിർത്താതിരിക്കാം. അപ്പൊ നമുക്ക് കൂടുതൽ ബെറ്റർ അവിടെ സ്റ്റോപ്പ് ചെയ്ത് പോകലാണ്. കാരണം അല്ലാഹു അഅലം അതിന്റെ മാന നമുക്ക് അറിയില്ല. പിന്നെ അതിന്റെ ഒരു പേരും അങ്ങനെ തന്നെയാണ്, താഴാണ്, മുറിച്ചത് അല്ലെങ്കിൽ വേറിട്ട് നിൽക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള പേരാണല്ലോ. അപ്പൊ അതുകൊണ്ട് അത് അങ്ങനെയാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അതിന്റെ കൂടുതൽ ഓതുന്നതിന് കുഴപ്പമില്ല എന്നാണ് ഞാൻ ഇതിന് മുമ്പ് ആരോട് ചോദിച്ചപ്പോ പറഞ്ഞത്, ഓടുന്നതിന് കുഴപ്പമില്ല എന്നാണ്. കാരണം പക്ഷെ അത് എല്ലായിടത്തും അങ്ങനെയാണ്, ടീമാണ് കൊടുത്തത് അധിക സ്ഥലങ്ങളിൽ. പിന്നെ അല്ലെങ്കിൽ അവിടെ ഒരു ആയത്ത് അവസാനിക്കും. അലിഫ്ലാമീം ആണെങ്കിൽ ഇപ്പൊ മക്കള അത് അലിഫ്ലാമീം ആ കഴിഞ്ഞ അത് ഒരു മിക്കവാറും ഖുർആനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇങ്ങനത്തെ വരുന്നതിന് ശേഷം വരുന്ന ആയത്തുകളൊക്കെ ഖുർആനായിട്ട് റിലേറ്റഡ് ആണ്. അതായാലും അതിന്റെ ഇതെന്താന്നുള്ളത് ഇപ്പൊ നമ്മളത് പാരായണം അതിന്റെ ഒരു രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. എവിടെ ഒന്ന് ചെയ്യണം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഓർത്തു വെക്കുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത്. അപ്പം എന്നിപ്പോ നമ്മൾ ഇത് മാത്രം പറഞ്ഞിട്ടുള്ളൂ. കഴിഞ്ഞു പോയ ക്ലാസ്സിൽ ഒരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു. ആള് കുറവായതുകൊണ്ട് ഞാൻ പോകുന്നില്ല. നമ്മള് പറഞ്ഞല്ലോ, നമ്മള് എന്തായിരുന്നു പറഞ്ഞിരുന്നത്, മദ്ദുസില അല്ലെ, മദ്ദുസിലയാണ് നമ്മൾ പറഞ്ഞത്. മദ്ദുസിലയില് നമ്മൾ പഠിച്ചത് പിന്നെ എന്തായിരുന്നു, ഇവിടെ ഞാൻ കോപ്പി വെച്ചിട്ടുണ്ട്. മദ്ദുസില സുബറയുണ്ട്, പിന്നെ മദ്ദുസില കുബ്രയുണ്ട് അല്ലെ. രണ്ട് സംഭവമാണുള്ളത്. ഞാന് ഒരു സംഭവം കൂടി ഞാനിപ്പോ ഷെയർ ചെയ്ത് തരാം. ജസ്റ്റ് നിങ്ങള് ബാക്കിയുള്ളവര് വരാത്തപ്പോ നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ, ജസ്റ്റ് ഒന്ന് ഞാൻ അതൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് നമ്മൾ കണ്ടാളാ, ഇത് മാത്രം. ഇപ്പൊ വന്ന സാധനമില്ലേ ഇവിടെ, ഖുദൂഹു ഫഗുല്ലൂ തുമ്മൽ ജഹീമ സ്വല്ലു. ഇവിടെ നിങ്ങൾ ഖുദൂഹു എന്നുള്ളത് ഹാ ദൊമീർ തന്നെയാണ്. പക്ഷെ ദാൽ ദുമ വാമദ് ആയതുകൊണ്ട് അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്, അത് മദ് സംഭവിക്കുന്നില്ല. മനസ്സിലായല്ലോ? മുതഹരിക്കല്ല. അതുകൊണ്ടാണ് അത് നിങ്ങൾ ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് കാണിച്ചാണ്. പിന്നെ ഇതിൽ നമ്മൾ പഠിച്ച മീൻസ് പിന്നെ പഠിച്ചൊരു കാര്യം, അതായത് മുതഹരിക്കൈനായിട്ടുള്ളത് ആ രണ്ട് ഹർക്കത്തിന്റെ ഇടയിൽ ഇത് വന്നു കഴിഞ്ഞാൽ അതിന് മദ് നൽകണം എന്നാണല്ലോ. ഇവിടെ നിങ്ങൾ നോക്കൂ, വഇൻ തശ്കുറു യർദഹു ലക്കും, യർദഹു ലക്കും, ദാദ് ഫത്ഹ ലാമു ഫത്ഹ. പക്ഷെ അവിടെ ശരിക്കും ഹാ ദമീറിന് എന്തുകൊണ്ട് അവിടെ ഇത് കൊടുത്തില്ല, പിന്നെ മദ് കൊടുത്തില്ല? ഈ ഖുർആനില് ഈ ഒരു സൂറത്ത് സുമറിലെ 7ാമത്തെ ആയത്തിലെ യർദഹു ലക്കും എന്നുള്ള യർദഹു, ആ ഹാ അങ്ങോട്ട് തന്നെയാണ് പോയത്, ആ പടച്ചോനിലേക്കാണ് പോകുന്നത്. അത് പിന്നെ അവിടെ എന്ത് ചെയ്തിട്ടില്ല, മദ് നൽകപ്പെട്ടിട്ടില്ല. അതിന്റെ പിന്നെ മുഫസ്സിരീങ്ങളുടെ ഒരു പിന്നെ കാരണം അവിടെ പറഞ്ഞ എക്സെപ്ഷനാണ്. ഇത് ഈ രണ്ട് വാക്കുകളാണ്, അതിലൊന്ന് യർദഹു എന്നുള്ളതുമാണ്. അടുത്ത ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾ നോക്കൂ, നിങ്ങൾ വിശ്വസിച്ച് നന്ദി കാണിക്കുകയാണെങ്കിൽ അവൻ നിങ്ങൾക്ക് അത് തൃപ്തിപ്പെട്ട് തരുന്നതാണ്. അപ്പൊ അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തരും. അതുകൊണ്ടാണ് മദ്ദൊക്കെ ഒഴിവാക്കി, എളുപ്പാക്കി. അതുകൊണ്ടാണ് അവിടെ മദ് കളയപ്പെട്ടതെന്നാണ്
ഈ ഖുറാൻ പണ്ഡിതന്മാരുടെ ഒരു അഭിപ്രായമായിട്ട് പറയുന്നത്. ഇത് ഒരു എക്സെപ്ഷൻ, അത് നമ്മൾ പഠിച്ച മദ്ദുസില ഉണ്ടല്ലോ, അതിന് ഒരു ഹഫ്സ് റിവായത്തിന്റെ ഇതില് 2 വാക്കുകളാണ് നമ്മൾ പഠിച്ചതിന് നേരെ ഓപ്പോസിറ്റ് വരുന്നത്. അതെവിടെ യർദഹു എന്നുള്ളവർക്ക് ശരിക്കും മദ് തൊബി വരേണ്ടതാണ്, പക്ഷെ അവിടെ വന്നിട്ടില്ല. ഇനി നിങ്ങൾ നോക്കൂ, ഇവിടെ താഴത്ത് ഫീഹി മുഹാന, ഫീഹി മുഹാന എന്നുള്ള അവിടെ ഓതേണ്ടത് മദ് കൂട്ടണം. മദ് വേണ്ട, മദ് വേണ്ട. മദ്ദില്ല, മദ്ദില്ല, മദ് കൊടുക്കാൻ പാടില്ല. അതെ, അവിടെ എക്സെപ്ഷൻ ആണ്. അതെ അതെ. ഒന്ന് സൂറത്ത് സുമറിലെ 7-ാമത്തെ, ഓർത്തു വെക്കണേ, പരീക്ഷയ്ക്ക് ചോദ്യം വരാൻ ചാൻസ് ഉള്ള ഒരു സാധനമാണിത്. സുമറിലെ 7-ാമത്തെ ആയത്ത്. 2-ാമത്തെ സൂറത്ത് ഫുർഖാനിലെ 69-ാമത്തെ ആയത്തിലാണ് യുദാഅഫ് ലഹുൽ അദാബു യൗമൽ ഖിയാമത്തി വയഖ്ലുദു ഫീഹി മുഹാന എന്നാണ്. പക്ഷെ അവിടെ ഫീഹി മുഹാനഹി എന്ന് മദ് കൊടുത്തിട്ടുണ്ട്. ശിക്ഷയെ കുറിച്ച് പറയാണ്. അപ്പൊ അവിടെ എന്താണ് ശിക്ഷ ലഭിക്കും എന്നുള്ളതിന് കുറച്ചൊന്നും നീട്ടാൻ, നേരത്തെ പഠിച്ചോന് നന്ദി കാണിച്ചാൽ വേഗം പഠിച്ചോന് നന്മ ഹൈറ് നൽകുമെന്ന് പറഞ്ഞുകൊടുത്ത് അവിടെ സ്പീഡ് ആക്കിക്കാണ്. അവിടെ ഖിയാമത്താല ശിക്ഷനെ കുറിച്ച് പറഞ്ഞുകൊടുത്ത് ആ ശിക്ഷ ഒന്നും ഇങ്ങനെ നീട്ടിക്കിട്ട് അവിടെ മദ് കൊടുക്കാൻ പാടില്ലാത്തോടത്ത് മദ് കൊടുത്തിട്ടുണ്ട്. ഈ 2 സംഭവം പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതാണ് എന്ന് ഓർത്തു വെക്കുക. സിലന്റെ കേസ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പൊ അതെ, ഫീഹി എന്നുള്ളടത്ത് ഫീഹി മുഹാന എന്നാണ് ശരിക്കും വരുന്നത്. പക്ഷെ ഇവിടെ എന്തുണ്ട്? ഫീഹി മുഹാന. ഈ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ, വേറെ സ്ഥലത്ത് ഫീഹി എടുത്തു നോക്കി കഴിഞ്ഞാൽ അവിടെ മനസ്സിലാവില്ല. ഇവിടെ ഈ 2 സൂറത്ത് ഫുർഖാനിലെ 69, സൂറത്ത് സുമറിലെ 7 എന്താണ്? മുത്തഹരിക്ക് എവിടെ? ഇവിടെ മുത്തഹരിക്ക് എവിടെ? ഫീഹില് മുത്തഹരിക്ക് എവിടെ? നിങ്ങൾ പറഞ്ഞിരി. ഫീ എന്നുള്ള യാമദല്ലേ വരുന്നത്? ഹാന്റെ തൊട്ട് മുമ്പ് യാമദല്ലേ? അപ്പൊ അവിടെ മുത്തഹരിക്കല്ല. നേരെ മറിച്ച് ഇവിടെ എന്താണ്? ഇവിടെ നോക്കുങ്ങള് ദ്വാദിന് ഫത്തഹുണ്ട്, ലാമിന് ഫത്തഹുണ്ട്, അതിന്റെ ഇടയിലാണ് ഹാ. പക്ഷെ അവിടെ മദ്ദില്ല. ഇവിടെ അതിനു വേണ്ടിയിട്ട് പിന്നെ യാമദാണ്. എന്നിട്ട് അവിടെ എന്ത് മദ് കൊടുത്തിട്ടുണ്ട്. അത് ആ ഒരു സന്ദർഭത്തിനനുസരിച്ചിട്ടുള്ള ഒരു സംഭവം ആയിരിക്കാം എന്നാണ് മുഫസ്സിരീങ്ങളുടെ ഒരു അഭിപ്രായം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. എന്തായാലും നമ്മൾ ഖുർആൻ കൃത്യമായിട്ട് പഠിക്കുക, പാരായണം ക്ലിയർ ആക്കുക. അതോടുകൂടി അതിന്റെ അർത്ഥ ആശയങ്ങളിലേക്ക് റമളാനാണ് വരുന്നത്. ഇതൊക്കെ എല്ലാം ഇങ്ങനത്തെ എക്സെപ്ഷൻ ആയിട്ടുള്ള കേസൊക്കെ നമുക്ക് എക്സാമിന് ഇങ്ങനെ വരുമോ? അങ്ങനെ അതൊക്കെ നിങ്ങളെ ഖുർആൻ വേറെ ഇപ്പൊ എന്താ ഉണ്ടാവും? അതൊക്കെ ഉണ്ടാവും. കേൾക്കില്ല, പറഞ്ഞത് കേൾക്കില്ല. പറഞ്ഞത് ഈ 2 കേസ് മാത്രം അതിന്റെ ഇതാണ്. അതേപോലെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഏത്? പിന്നെ മദ്ദല്ല, ഇദ്ഗാം ബി ഉന്ന. 4 വാക്കുകൾ ഓർക്കുണ്ടോന്ന് അറിയില്ല. സാക്കിന തൻവീനിന്റെ 4 പിന്നെ നിയമം അനുസരിച്ചിട്ട് 4 വാക്ക് നമ്മൾ പഠിച്ചു. ആ 4 വാക്ക് അവിടെ എന്തായാലും ഇദ്ഗാം സംഭവിക്കുന്നില്ല. 4 ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഓർത്തു വെച്ചോളി 4 ഏതെന്നുള്ള. അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഞാൻ ചോദിക്കുന്നതില്ലേ, ഇത് എക്സാമിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുമെന്നാ? ഇതിപ്പോ ഒരു എക്സെപ്ഷൻ ആയിട്ടുള്ള കേസാണ് സാറ് പറഞ്ഞത്. അതന്നെ, ഇത് വരും, പരീക്ഷയ്ക്ക് വരും. ഇത് വരും, മറ്റേത് വരും. ഈ സൂറത്ത് ഫുർഖാനിലെ 69, സൂറത്ത് സുമറിലെ 7-ാമത്തെ ആയത്ത് ഏതാന്ന് ചോദിക്കുക. എങ്ങനെ വേണമെങ്കിലും ചോദ്യം വരാം. നിങ്ങള് പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റമദാനൊക്കെ അല്ലാഹു സ്വീകരിക്കുന്ന റമദാനായിട്ട് മാറ്റി തരട്ടെ. കൂടുതൽ കർമ്മങ്ങൾ സജീവമാകാൻ അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകട്ടെ. ഖുർആനുമായിട്ട് ഖുർആനിന്റെ മാസമാണ് റമദാൻ എന്ന് പറയുന്നത്. കൂടുതൽ ഖുർആനിൽ കടക്കാനും നമ്മളിപ്പോ പഠിച്ച പാരായണ മര്യാദകളൊക്കെ ആ പാരായണത്തിൽ കൊണ്ടുവരാൻ
10ഉം 20 തീർത്തത് ഇനി ഒന്ന് കഴിയാത്ത അവസ്ഥയിലേക്ക് വരികയാണ്. ആ ഒരു രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെ ചെയ്യാനൊക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. റബ്ബനാ وقنا عذاب النار سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. വളരെ ലേറ്റ് ആയി പോയി ഇൻഷാ അല്ലാഹ്.